mentioned throughout this session. इन दिनों की जो इस सेशंस में आप लोगों का ध्यान में जाता है। ഞാൻ മലയാളം ഇംഗ്ലീഷ് യൂസ് ചെയ്യും, പാസ്റ്റർ ഹിന്ദിയിലായിരിക്കും മെസ്സേജ് പറയുന്നത്. पास्टर जी मलयालम और अंग्रेजी में बात करेंगे, मैं हिंदी में अनुवाद करेंगे। ഭാഷയുടെ യാതൊരു ഇൻകൺവീനിയൻസും ഉണ്ടായിരിക്കുന്നതല്ല. इसलिए भाषा की कोई तकलीफ ना आ जाए। നമുക്ക് ആഹാരമുണ്ട്, നല്ല സ്ഥലമുണ്ട്, हमें अच्छा खाना है, अच्छा जगह है। ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, एक सिर्फ एक बात करना है, ശ്രദ്ധിച്ച് കേട്ടാൽ बड़ी ध्यान से सुनना, അത് ഗ്രഹിക്കുക, वो समझना, അത് ഉള്ളിലാക്കുക, वो हमारे अंदर लेना, ചിന്തിക്കുക അതിനെക്കുറിച്ച്. उसके बारे में सोचना। അതിനുവേണ്ടിയാണ് ഇത്രയും ബന്ധപ്പെട്ട് കാശൊക്കെ മുടക്കി ഈ ചർച്ച് കമ്മിറ്റി ഈ ഒരു പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. इसके लिए कलीसिया की यूहन्ना रचित सुसमाचार उसका 15 अध्याय, यूहन्ना रचित सुसमाचार 15. I think you can see the screen. കാണാമല്ലോ, നമ്മൾ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഇപ്പോൾ ഡിസ്റ്റർബ് ചെയ്യണ്ട, എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ സ്ക്രീൻ വെച്ചാൽ ഇതിലെല്ലാം യോഹന്നാൻ 15 അധ്യായം. നമ്മൾ യോഹന്നാൻ 15 അധ്യായം ആരെങ്കിലും ഒരാൾ വായിക്കും, സാധാരണ അതാണ് ചെയ്യുന്നത്, എന്നാൽ ഇത് വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും വ്യത്യസ്തമായിട്ട് आज कुछ अलग तरीके से वो करना चाहते हैं। What we are going to do is we are going to read silently. हम क्या करने वाला है, हम शांत से वो पढ़े और मनन करें। And I want everyone, child, children, adult, mother, father, whoever it is, open the Bible, and you are here for meditation and study. So open the Bible, read in your heart chapter 15. मैंने ये विनती करता हूँ, जो भी माता पिता भाई बहन बच्चे सब अपने बाइबल खोले और 15 अध्याय बड़ी ध्यान से पढ़े। ബൈബിൾ ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ? जिसके पास बाइबल नहीं है, ഇല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും ഒപ്പിച്ചോളാം കേട്ടോ. नहीं तो उसका सुविधा कर लेना, क्योंकि हम बाइबल पढ़ के अध्ययन करने वाले हैं। യോഹന്നാൻ 15 അധ്യായം നമുക്ക് മിനിറ്റ് 10 മിനിറ്റ് തരാം, 10 മിനിറ്റ് തരാം, ശ്രദ്ധിച്ച് വായിക്കുക. ഈ 3 ദിവസവും നമ്മൾ യോഹന്നാൻ 15 നിന്നാണ് ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ട ആവശ്യം. मैं 10 मिनट आपको देता हूँ, बड़ी ध्यान से ये 15 अध्याय पढ़े, ताकि इन 3 दिनों में हम इसी में से विचार या प्रचार करने वाला है। യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം. യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് വായിച്ചു ഞാൻ വിശ്വസിക്കുന്നു. मैं विश्वास करता हूँ आप लोग बड़ी ध्यान से ये वचन पढ़ा है। യോഹന്നാൻ 15 അധ്യായമാണ് നമ്മൾ വായിച്ചത്. യോഹന്നാൻ 15 अध्याय हम पढ़ा है। ശാന്തമായി നമ്മൾ വായിക്കുകയായിരുന്നു. हम वो अच्छी तरह से पढ़ रहे थे। ചില സമയങ്ങളിൽ നമുക്ക് ശാന്തമായി ദൈവവചനം വായിക്കുകയും കേൾക്കുകയും ദൈവവചനം മെഡിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യം വളരെയധികമാണ്. कुछ समय बड़ी ध्यान से उनकी वचन पढ़ना, सुनना और उस पर मनन करना हमारा जीवन में बहुत जरूरी है। പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാർ, विशेष करके पेंतिकोस्त विश्वासी। പൗലോസ് പറയുന്ന പോലെ ഞാൻ ഏറ്റവും കൂടുതൽ അന്യഭാഷ പറയുന്നത്, ഞാൻ ഏറ്റവും ശബ്ദം ഉണ്ടാക്കുന്ന ആളാണ്, അന്യഭാഷ പറയുന്ന ആളാണ്. जैसे पौलुस ने कहा, मैंने ज़्यादा अन्य भाषा में कहता बोलता हूँ, ज़्यादा आवाज़ लेता हूँ, ऐसा। എന്നാൽ വളരെയധികം പ്രാധാന്യമുണ്ട് ശാന്തതയോടെ ദൈവവചനം വായിക്കുകയും അതിൽ നിന്ന് ധ്യാനിക്കുകയും ചെയ്യട്ടെ. लेकिन शांति से और सावधान से परमेश्वर के वचन पढ़ना और उस पर मनन करना, उस बात में बहुत महत्व है। കർത്താവിൻ്റെ ദാസനെ ഈശോയോട് ദൈവം സംസാരിച്ചപ്പോൾ ഭൂകമ്പമുണ്ടായി, അതിൽ ദൈവം ഇല്ലായിരുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. प्रभु के दास एलियास से प्रभु ने बात किया, जब भूकंप हुआ वहाँ पर परमेश्वर की उपस्थिति नहीं था। വളരെ ശാന്ത സ്വരം കേട്ടു. एक सावधान शब्द उन्होंने सुना, शांत शब्द। There was a gentle whisper and then you hear the word of God, you hear the voice of God. परमेश्वर की आवाज उतनी शांति से उन्होंने सुना है। നമ്മൾ ഈ ഒത്തിരി ശബ്ദമാണ് ഞാൻ പാസ്റ്ററാണ് ഇഷ്ടപ്പെട്ടിരുന്നല്ല, നമ്മൾ പലപ്പോഴും അതുകൊണ്ട്
ജപത്തിൽ മാത്രമാണ് ദൈവം അല്ലെങ്കിൽ ദൈവാത്മാവ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നവരാണ്. पेंटिकोस्ट लोग हम लोग ज़्यादा आवाज़ उठाकर आराधना करने वाला है, मैं भी पास्टर हूँ। कई बार हमारा विचार है ज़्यादा आवाज़ उठाने से परमेश्वर की उपस्थिति में हम रहे हैं, ऐसा विश्वास है। But God is not only in halla gulla, God is in quietness also. प्रभु ने सिर्फ आवाज़ में नहीं, हमारी शांत अवस्था में भी हमसे बात करने वाला है। ഈ അധ്യായം വായിക്കുമ്പോൾ जब अध्याय हम पढ़ते हैं, നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. अभी का जो ट्रेंड है, जो चलते हुए बात है, उसका विरुद्ध हम देखते हैं। നമ്മുടെ മോഡേൺ ഡെഫിനിഷൻ ഓഫ് സക്സസ് അല്ലെങ്കിൽ പോസ്റ്റ് മോഡേൺ ഡെഫിനിഷൻ ഓഫ് സക്സസ് ആണ് നമ്മൾ ലോകത്തെ ഡിഫൈൻ ചെയ്യുന്നത്. ये नए जमाने में जो सफलता की जो परिभाषा है, हम उस पर विश्वास करते हैं। ഈ യോഹന്നാൻ 15-ാം അധ്യായം അതിന് ഘടക വിരുദ്ധമാണ്. यूहन्ना 15 अध्याय उस विचार के विरुद्ध है। ഇത് ദൈവരാജ്യത്തിൽ ഫലം കായ്ക്കുക എന്നുള്ളതിനെ കുറിച്ച്. ये परमेश्वर के राज्य में फल लाने के बारे में लिखा है। പോസ്റ്റ് മോഡേൺ വേൾഡ്, അതായത് ഇന്നത്തെ ലോകം നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെ സക്സസ്ഫുൾ ആകാം, പ്രൊഡക്ടിവിറ്റി ഉള്ള ചെയ്യാവുന്നത്. आज की जो जमाना में ऐसे लोग सिखाते हैं कैसे आप सफल हो सकते हैं, कैसे आप फलदायक होगा। ഏറ്റവും മേളിൽ കയറുക അല്ലെങ്കിൽ കോമ്പീറ്റ് ചെയ്ത് ഏറ്റവും മുകളിൽ കയറുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. सबसे ऊंचे स्थान में कैसे भी करके पहुंचना, ये हमारा मकसद है। അതിനേത് വഴിയും തിരഞ്ഞെടുക്കുക എന്നുള്ളവരാണ് ലോകം ചെയ്യുന്നത്. दुनिया उस सफलता के लिए कोई भी मार्ग को स्वीकार करते हैं। എന്നാൽ യോഹന്നാൻ 15-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത് നോട്ട് ജസ്റ്റ് മോഡേൺ പോസ്റ്റ് മോഡേൺ പ്രൊഡക്ടിവിറ്റി ഓർ സക്സസ്ഫുൾനെസ് ബട്ട് കിങ്ഡം ഫ്രൂട്ട്ഫുൾനെസ്. यहाँ पर यूहन्ना की सुसमाचार 15 अध्याय में इस नए जमाने की सफलता की हासिल करने का रीति नहीं, फलदायक होने का रीति के बारे में सिखाते हैं। നമ്മൾ പൂനെ, ബോംബെ പോലെയുള്ള, ഞാനും ബാംഗ്ലൂരിൽ നിന്നാണ്, ഈ ലോകത്തിൽ നിന്നാണ് നമ്മൾ വരുന്നത്. കോർപ്പറേറ്റ് വേൾഡ്. हमें इस जमाने में एक शहर में रहने वाले लोग कॉर्पोरेट दुनिया में हैं। ഇവിടെ IT-യിലുള്ളവരുണ്ട് കുറച്ച് പേര് അല്ലേ? यहाँ पर IT फील्ड में काम करने वाले लोग हैं। ബാംഗ്ലൂരിൽ IT വേൾഡ്, बैंगलोर IT दुनिया है। പൂനെ, ബോംബെയിലൊക്കെ IT മറ്റ് കോർപ്പറേറ്റ് ഡയമെൻഷനിലുള്ളതാണ് ജോലി ചെയ്യുന്നത്. पुणे और IT में कॉर्पोरेट और अलग तरह की काम होते हैं। ഈ കോർപ്പറേറ്റ് വേൾഡിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? एक कॉर्पोरेट दुनिया की विशेषता क्या है? ചെയ്തവർക്കറിയാം. वो काम करते हुए लोग जानते हैं। എത്രയും ബോസിനെ സുഖിപ്പിക്കുന്നു അത്രയും ഗുണം. अपनी मालिक या बॉस को कितने मीठी मीठी बात करते हैं, उसको ज्यादा ध्यान लाना चाहते हैं। അവരുടെ ഫിലോസഫി യു സ്ക്രാച്ച് മൈ ബാക്ക് ഐ വിൽ സ്ക്രാച്ച് യുവർ ബാക്ക്. उनका फिलोसफी है तुम मुझे मदद करो, मैं तुम्हारा मदद करूंगा। അപ്പൊ അവിടെ ഒരു കണ്ടീഷണലായിട്ടുള്ള കാര്യങ്ങളാണ്. ये जो एक कंडीशन के मुताबिक होते हैं। എനിക്ക് എന്തെങ്കിലും ഗുണം ചെയ്താൽ ഞാൻ നിനക്ക് ഗുണം ചെയ്യാം. आप मेरे लिए कुछ करो, मैं आपके लिए कुछ करूंगा। അവരുടെ വളർച്ചയാണ് അവർ നോക്കുന്നത്. उनका उन्नति के बारे में सोचते हैं। ചില കമ്പനികളൊക്കെ ഈ മെട്രോപൊളിറ്റൻ സിറ്റിയിലൊക്കെ അവരുടെ കാര്യം മാത്രം നോക്കുന്നവരാണ്. ഒരിക്കലും അവിടെയുള്ള എംപ്ലോയീസിനെ വലുതായിട്ടൊന്നും കാര്യമായിട്ടും ചെയ്യാറ്. काफी ऐसे कंपनियां हैं सिर्फ उनके बारे में ही सोचते हैं, अपने काम के कर्मचारी के बारे में बिल्कुल सोचते ही नहीं। ഒരു വേള പോസ്റ്റ് മോഡേൺ ഈ കോർപ്പറേറ്റ് വേൾഡ് ഉദാഹരണം ഇപ്രകാരം പറയുകയുണ്ടായി. एक उदाहरण इस कॉर्पोरेट दुनिया के बारे में ऐसे कहा है। ഒരു കമ്പനിയിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് താഴോട്ട് വന്നപ്പോൾ एक कंपनी में जॉब करते हुए जब लोग वापस आया, അയാള് ആ വർക്കർ അവിടെ താഴെ ഒരു ബോസിന്റെ BMW പാർക്കിങ്ങിൽ കിടക്കുന്നത്. उन्होंने जब काम करके निकला तो अपनी बॉस की मालिक की BMW कार वहां पर पार्क कर रहे थे। അദ്ദേഹം ഇങ്ങനെ ചുറ്റും വളരെ അമേസിംഗ് ആയിട്ട് കാർ നോക്കി. उन्होंने कहा बहुत अच्छा कार है, നല്ല തിളങ്ങുന്നുണ്ട്, അടിപൊളി കാർ. अच्छा चमकने वाला कार है। സോ ബോസ് അപ്പോഴത്തേക്ക് വന്നു. तब वो मालिक आया, बॉस आया, CEO ഇറങ്ങി വന്നു. CEO आया। CEO എനിക്ക് ഈ കാർ ഇഷ്ടപ്പെട്ടോ? तुम्हें कार पसंद आया? പറഞ്ഞു, "അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സാർ." उन्होंने कहा मुझे बहुत पसंद आया। If you really like the car, you work very hard. अगर आप इस कार को पसंद करते हैं तो अच्छी तरह से मेहनत करना। Next month also work very hard. अगले महीना और बहुत मेहनत करना। The coming months also you work very hard. Coming months also you work very hard.
अगले महीने है, वो भी आप बहुत मेहनत करना। അങ്ങനെ ചെയ്യുവാണെങ്കിൽ പുള്ളി ഓർത്തു പുള്ളിക്ക് ഒരു കാർ വാങ്ങിക്കാൻ പറ്റുമെന്ന് പറയാൻ വരുവാണ്. പുള്ളി പറയുക, അദ്ദേഹം പറയാം, CEO പറയാണ്, അങ്ങനെ നീ വർക്ക് ചെയ്ത കമ്പനിക്ക് നല്ല ലാഭം ഉണ്ടാവും, അപ്പോൾ എനിക്ക് വേറൊരു BMW വാങ്ങിക്കാൻ പറ്റും. सब CEO ने कहा आप ऐसे मेहनत करेगा तो कंपनी को अच्छा लाभ और प्रॉफिट होगा और मैं दूसरा ऐसा कार भी खरीद सकता हूँ। അതാണ് കോർപ്പറേറ്റ് വേൾഡ്. ये है कॉर्पोरेट दुनिया। അവർ അവരുടെ സക്സസ്ഫുളിന് വേണ്ടി പാഞ്ഞോടുകയാണ്. उनका सफलता के लिए वो भाग रहे हैं। ലോകം ഈ ഒരു റാറ്റ് റേസിലാണ്, ഓടുകയാണ്, എന്തൊക്കെയോ നേടിയെടുക്കാനുള്ള ഓട്ടത്തിലാണ് നമ്മളെല്ലാം. दुनिया एक रेस में है ताकि लोग अलग-अलग बातों को हासिल करने के लिए कोशिश करते हैं। അതാണ് ഈ പോസ്റ്റ് മോഡേൺ വേൾഡിന്റെ പ്രത്യേകത. ये है पोस्ट मॉडल दुनिया की खासियत। കോർപ്പറേറ്റ് വേൾഡില് कॉर्पोरेट दुनिया में रहने वाले लोग അവിടെ എല്ലാം കണ്ടീഷനിലാണ്. നീ ഇങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെ ചെയ്തുതരാം. वो कंडीशन के मुताबिक तुम ऐसे करेगा तो मैं तुम्हारे लिए इस प्रकार करूंगा। എന്നാൽ നമ്മുടെ കർത്താവ്, लेकिन हमारा प्रभु അവൻ കോർപ്പറേറ്റിന്റെ ദൈവമല്ല. कॉर्पोरेट की दुनिया की परमेश्वर जैसा नहीं काम करता है। സഭ ശ്രദ്ധിച്ച് കേൾക്കണേ. कलीसिया बहुत ध्यान से सुनना। മെട്രോപോളിൽ പൂനെ, ബോംബെ, ബാംഗ്ലൂരിലൊക്കെ ഉള്ള സഭകളുടെ ഒരു പ്രത്യേക പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ വെളിയിലുള്ള കോർപ്പറേറ്റ് സ്വഭാവം സഭയിലോട് കയറി. ये पुणे, बेंगलुरु ऐसा मुंबई जो शहर में रहने वाले लोग जो कॉर्पोरेट की जो स्वभाव कलीसिया के अंदर भी कभी आते हैं। എന്നാൽ കലീസിയ എന്ന് പറയുന്നത്, സഭ എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് വേൾഡ് അല്ല, അതൊരു കുടുംബമാണ്. लेकिन कलीसिया कॉर्पोरेट वर्ल्ड में एक परिवार है। അവിടെ ചേർന്നിരിക്കേണ്ടത് ചേർന്നിരിക്കണം. वहां पर जुड़ के रहना है, जुड़ के रहना है। അവിടെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്വാർത്ഥതയില്ലാത്ത നിസ്വാർത്ഥ സ്നേഹത്തിൽ വേണം പരസ്പരമായിരിക്കാൻ. वहां पर एक निस्वार्थ प्रेम से एक दूसरे से जुड़ा हुआ है। അവിടെ കണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമല്ല. वहां कोई कंडीशन के मुताबिक प्यार नहीं होता है। പാസ്റ്റർ എനിക്ക് എന്തെങ്കിലും ചെയ്താൽ ഞാൻ അങ്ങോട്ട് ചെയ്യാമെന്നുള്ളതല്ല. ऐसा नहीं कि पास्टर मेरे लिए कुछ करूंगा तो मैं वापस कुछ करूंगा। എങ്കിലും പാസ്റ്റർ ഒന്നും ചെയ്തില്ലെങ്കിലും, എനിക്ക് വേണ്ടി മറ്റുള്ളവരൊന്നും ചെയ്തില്ലെങ്കിലും, ഹല്ലേലൂയ, ഞാൻ നിന്നെ സ്നേഹിക്കും. चाहे पास्टर कुछ ना करे या मेरे लिए कलीसिया वाला कुछ ना करे, फिर भी मैं प्रभु से प्रेम करूंगा। ക്രിസ്തു സ്നേഹിച്ച സ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ്. प्रभु ने जो प्यार हमें दिखाया अनकंडीशनल, कोई कंडीशन नहीं था। ഹല്ലേലൂയ. Praise the Lord. കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണേ. बच्चों लोग बड़ी ध्यान से सुनना। കുഞ്ഞെ, നിന്റെ അപ്പനും അമ്മയെ സ്നേഹിക്കുന്നത് കണ്ടീഷൻ വെച്ചോണ്ടാണ്. आपके माता पिता आपसे कुछ व्यवस्था के मुताबिक प्यार कर रहे हैं। അച്ഛാ, അപ്പൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അവനെ സ്നേഹിക്കും എന്നൊരു കുഞ്ഞു പറയാൻ പാടില്ല. ऐसा कोई बच्चा कहेगा कि मेरे पिताजी मुझसे ऐसे ही प्रकार प्रेम करेगा तो मैं उसी प्रकार वापस दूंगा। Why do you love your dad? आप आपके पिता को क्यों प्रेम करता हूँ? Why do you love your mom? आप अपने माता को क्यों प्रेम करता हूँ? It's because he is your dad, he is your mom, nothing else. इसी कारण से ही वो मेरा पिता है, वो मेरा माता है, दूसरा कोई कारण नहीं। കറുത്തതായിരിക്കാം, ചിലപ്പോൾ പൊക്കം കുറവുള്ളതായിരിക്കാം, നിന്നെ പോലെ ടെക്നോളജി അത്ര അഡ്വാൻസ് ഒന്നും ആയിരിക്കത്തില്ല, നിന്നെ പോലെ എഡ്യൂക്കേറ്റഡ് ആയിരിക്കത്തില്ല, പക്ഷെ നിന്റെ അപ്പനായതുകൊണ്ട്, നിന്റെ അമ്മയായതുകൊണ്ട് അവരെ സ്നേഹിക്കണം. आपके माता पिता कोई अलग अलग काला हो तो या गोरे हो या कोई सीखा हुआ व्यक्ति हो, जो टेक्नोलॉजिकल नॉलेज हो या नहीं, लेकिन इसी बात के अंदर नहीं, ये जो प्यार है, प्यार इसलिए हम करते हैं मेरा माता पिता है। അതാണ് അൺകണ്ടീഷണൽ ലവ്. ये है जो व्यवस्था बिना प्रेम। മാതാപിതാക്കളെ കുഞ്ഞുങ്ങൾ A+ വാങ്ങിച്ചാൽ ഇല്ലെങ്കിലും, माता पिता बच्चे चाहे A+ लाए या ना लाए, അവൻ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ IIT കിട്ടിയില്ലെങ്കിലും, वो इंजीनियर को चाहे IIT में एडमिशन मिले या नहीं, അതെന്റെ കുഞ്ഞാണ്, वो मेरा बच्चा है, അതുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. इसलिए प्यार करता है। That love is known as unconditional love. उसी प्यार को कहता हूं कि निस्वार्थ प्रेम। യോഹന്നാൻ 15-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന വലിയ പാഠം കോർപ്പറേറ്റ് വേൾഡിന്റെ സ്നേഹമല്ല, സഭയിലുള്ള കുടുംബപരമായിട്ടുള്ള വ്യക്തിബന്ധത്തിന്റെ അടുപ്പമാണ്. यूहन्ना 15 अध्याय हमें ये सिखाते हैं कॉर्पोरेट दुनिया की प्रेम नहीं, कलीसिया में एक दूसरे परिवार से जुड़े हुए प्रेम है। രണ്ടാമത്തെ കാര്യം, दूसरी बात है പോസ്റ്റ് മോഡേൺ വേൾഡ് ഫിലോസഫിയുണ്ട്. जो पोस्ट मॉडर्न दुनिया की तत्वशास्त्र, ഈ ലോകത്തിന്റെ തത്വശാസ്ത്രം അല്ലെങ്കിൽ ഫിലോസഫി എന്ന് പറയുന്നത് ഇന്നത്തെ
ध्यान से सुनना। പോസ്റ്റ് മോഡേൺ ഫിലോസഫി പഠിപ്പിക്കുന്നത് पोस्ट मॉडर्न आज दुनिया की जो फिलोसफी हमें यही सिखाते हैं। ഇന്ന് നമ്മൾ ആ ലോകത്തിലാണ് കേട്ടോ. आज हम उस दुनिया में हैं। ഇന്നത്തെ ചെറുപ്പക്കാർ പഠിപ്പിക്കുന്ന വലിയ പഠിപ്പിലാണ്. आज की नौजवान इसी बात को सिखाते हैं। There is no moral absolute. ये कोई धार्मिक कोई ऐसा विचार नहीं है। ഒരു മോറൽ അബ്സല്യൂട്ട് ഒന്നും ഇല്ല. धार्मिक तरह से ऐसे करना ऐसा कुछ नहीं। പാസ്റ്റർ പറയുന്നത് ശരിയാണ്, ബ്രദർ പറയുന്നത് ശരിയാണ്, പാസ്റ്റർ പറയുന്നത് ശരിയാണ്, ഞാനും പറയുന്നത് ശരിയാണ്. जो भाई कहते हैं वो कहिए, पास्टर कहते हैं वो भी सही है, और मैं कहता हूँ वो भी सही है। അറിയാലോ, ഒരു പാസ്റ്റർ വഴക്ക് തീർക്കാനായിട്ട് നിന്നിട്ട് ഒരു ഭാര്യ ഭർത്താവ് വഴക്കുണ്ടാക്കിയ ഭാര്യ ഒരു പാസ്റ്ററെ നോക്കി ഈ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു, താങ്കൾ സിസ്റ്റർ പറഞ്ഞത് ശരിയാണ്. आज जब एक पति पत्नी का झगड़ा हुआ तो पत्नी पास्टर जी कहा, पास्टर जी सुनो ये बात तो गलत है ना। पास्टर बोला सही गलत है। അപ്പൊ ഭർത്താവ് പറഞ്ഞു, പക്ഷേ ഇത് തെറ്റല്ലേ അങ്ങനെ പറഞ്ഞു. അപ്പൊ പറഞ്ഞാൽ ശരിയാണ്, ബ്രദർ പറഞ്ഞത് ശരിയാണ്. पति ने कहा उन्होंने मेरे बारे में जो कहते हैं वो गलत है ना, सही है, आप जो बोल रहे हो वो भी सही है। അപ്പൊ മൂന്നാമതൊരാള് പാസ്റ്റർ എന്താ പറയുന്നത്, രണ്ടുപേരും ഇങ്ങനെ ശരിയാകുന്നത്, പാസ്റ്റർ രണ്ടുപേരുടെ തെറ്റല്ലേ പറഞ്ഞത്, എന്താ അങ്ങനെ പറഞ്ഞു പറഞ്ഞു. പാസ്റ്റർ പറയാ, ആ ബ്രദർ പറഞ്ഞത് ശരിയാണ്. वो तीसरे व्यक्ति ने कहा, पास्टर जी ऐसा कैसा होता है, आपने पत्नी की बात भी ठीक कहा, पति की बात भी ठीक कहा, ये कैसा हो सकता है। पास्टर ने उसको उत्तर दिया, तुम जो बोलते हैं वो भी सही है। പോസ്റ്റ് മോഡേൺ ഫിലോസഫിയുടെ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ സത്യം എന്നുള്ളതില്ല. पोस्ट मॉडर्न तत्वशास्त्र की खासियत है सच्चाई ऐसे कुछ बात नहीं, നോ ട്രൂത്ത്. नो सत्य। അവിടെ ഉള്ളത് ഇതാണ് ഒരു ഷെയ്ഡാണ്, അല്ലെങ്കിൽ സത്യങ്ങളാണുള്ളത്, ഒരു സത്യമല്ല. एक सच्चाई नहीं, अलग अलग सच्चाई एक एक व्यक्ति को। അതുകൊണ്ടാണ് ഈ LGBTQ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ കടന്നു വരുന്നത്. इसलिए जो LGBTQ ऐसी प्रकार की समस्या है, പ്ലസ് ഉണ്ട്, वहां पर प्लस और है। മനസ്സിലാവില്ല. LGBTQ തന്നെ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്യൂർ, പ്ലസ്. इसी प्रकार പ്ലസ് എന്ന് പറയുന്നത് ഇനി വരാനുണ്ടെങ്കിൽ അവരും प्लस जो कहते हैं और जो विचार आने वाला है वो भी समझ कर। ഇത് വളരെ പ്രധാനപ്പെട്ട. നമ്മൾ ഈ സഭകളും ബന്ധുക്കോസുകളുടെ നമുക്ക് ഈ വേൾഡ്, പുറത്തെ വേൾഡ് ലോകത്തെ കുറിച്ച് പലപ്പോഴും നമ്മൾ അറിയാതെ हम बेंतिकोस्तर कलीसिया के अंदर रहते हुए बाहर जो चल रहे हैं हमें नहीं मालूम पड़ते। വലിയൊരു ഇഷ്യൂ ആണ്. दुनिया में ऐसी ये बड़ी बात है। ചെറുപ്പക്കാരോട് ചോദിച്ചാൽ അറിയാം, जवान से पूछे, അവർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. उन्होंने सामना करते हुए बड़ा समस्या है। അവർക്ക് തന്നെ അറിയത്തില്ല അവരാരാ. उनको मालूम नहीं वो कौन है। ഈ ലെസ്ബിയനിസവും ഗേയും എല്ലാം വന്നിട്ട് ഈ ഈ ഒരു മൂല്യച്യുതി ഉണ്ടായിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. लेस्बियनिज्म और गे ये सब व्यवस्था हम देखते हुए कलीसिया के अंदर धार्मिक तरफ से गिरावट को हम देखते हैं। കുറച്ച് നാൾ മുമ്പ് ഞാൻ ഇന്ത്യ ടുഡേയുടെ ഒരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു. मैंने कुछ दिन पहले इंडिया टुडे में एक आर्टिकल पढ़ा था। ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ് അമ്മയോട്, एक नौजवान अपने माताजी से कहा, അമ്മേ ഞാൻ ഇത് ഏറ്റവും അഡ്വാൻസ് കുടുംബമാണെന്ന് അപ്പോഴേ വിശ്വസിക്കത്തുള്ളൂ, അതെപ്പോഴാണെന്നറിയാമോ? मैं ये विश्वास तब करूंगा जो एडवांस परिवार है ये कब है मालूम है। അല്ലെങ്കിൽ ഇത് പഴഞ്ചൻ കുടുംബമാണെന്ന് ഞാൻ വിളിക്കും. नहीं तो मैं इस परिवार को कहूंगा ये पुराने परिवार है। പഴഞ്ചൻ കുടുംബം, മോഡേൺ ഒന്നും അല്ല. मॉडर्न नहीं है, पुराना जुना रीति में चलने वाला परिवार है। മോഡേൺ കുടുംബമാണെന്ന് പറയണമെങ്കിൽ अगर ये नया जमाने की परिवार है करके बोलना है तो മോൻ പറയാ, बेटा ने कहता है ഞാൻ വേറൊരു ചെറുക്കനെയും കൊണ്ട് വരും വീട്ടില്, അത് അംഗീകരിക്കാൻ മനസ്സുള്ളതാണ് മോഡേൺ. मेरे साथ रहने के लिए मैं और एक लड़का को लेके आऊंगा, उसी बात को आप अंगीकार करें तो मैं कहूंगा आप मॉडर्न परिवार में हैं। ലടുക്കിയല്ല, ലടുക്ക വിളിച്ചോണ്ട് വരും, അപ്പോഴാണ് നിങ്ങൾ മോഡേൺ ആയിരിക്കുന്നത്. മാതാപിതാക്കളോട് പറയുക. एक लड़का उनके साथ रहने के लिए एक और लड़का को लाते हैं, तब उस बात को माता पिता अंगीकार करें, तब वो कहे तुम भी मॉडर्न परिवार है। അങ്ങനെ ഒരു മോറൽ ക്യാവോസ് എന്ന് പറഞ്ഞാൽ മോറൽ കൺഫ്യൂഷൻ ആണ് ലോകമായിരിക്കും. ऐसे धार्मिकता में कोई सच्चाई नहीं, लोग क्या सच्चाई नहीं जानते, ऐसे कंफ्यूजन में है। സത്യവേദ ഞാൻ ആരെന്ന് പലപ്പോഴും അറിയാൻ പറ്റാത്ത क्या है सच्चाई, मैं कौन हूँ, किसी बात पर कोई ठीक बात नहीं है। പല സത്യങ്ങളിൽ ഒരു സത്യം. अलग अलग सच्चाई में से एक सच्चाई। അതുകൊണ്ട് ആരും എന്നെ തിരുത്താൻ വരില്ല, ഞാൻ ചെയ്യുന്നത് എന്റെ സത്യം. कोई मुझे करेक्ट करने के लिए मत आओ, मैं जो कर रहा हूँ मेरे लिए वो सच है। And for you it may be
आपके लिए वो सही होगा लेकिन मेरे लिए ये सही है। അങ്ങനെ ഒരു ലോകമാണ് ഇന്ന്. ऐसा एक दुनिया, എന്നാൽ അതിന്റെ മധ്യത്തിൽ लेकिन उसके बीच में യേശു ക്രിസ്തു വിളിച്ചു പറയുന്നു, यीशु मसीह कहते हैं ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. मार्ग और सत्य और जीवन मैं ही हूँ। ഹല്ലേലൂയ. हालेलुया। I am the truth, the life, the resurrection. मार्ग और सत्य और जीवन और मैं हूँ। സിമ്പിൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാം. ഇംഗ്ലീഷിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ അല്ലേ? अंग्रेजी में जो डेफिनेट आर्टिकल और इंडेफिनिट आर्टिकल आप जानते हैं। I am a life, a truth എന്നല്ല പറഞ്ഞത്. मैं एक सच्चाई और एक जीवन ऐसा नहीं कहा। A truth, a life means it is indefinite. आई जो एक ट्रूथ नहीं तो एक लाइफ एक सत्य ये बात बोले तो पक्का कुछ नहीं। യേശു ക്രിസ്തു a truth, a life എന്ന് പറഞ്ഞാൽ പല സത്യങ്ങളിൽ ഒരു സത്യമാണ് യേശു. यीशु मसीह ने अगर ऐसा कहा तो मैं एक सच्चाई हूँ, इसका मतलब अलग अलग सत्य में से मैं एक हूँ। എന്നാൽ ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ നമുക്കറിയാം അവിടെ a truth എന്നല്ല I am the truth. वहाँ पर एक सच्चाई नहीं कहा कि I am the truth। Hallelujah. मैं ही हूँ। Hallelujah. Hallelujah. അതൊരു absolute truth ആണ്. एक एब्सोल्यूट ट्रूथ के बारे में कहते हैं। പല സത്യങ്ങളുള്ള ഒരു സത്യമല്ല, സത്യത്തിൽ ഒരു സത്യമേ ഉള്ളൂ. हाँ, अलग अलग सच्चाई की एक सच्चाई नहीं, सच्चाई सत्य एक ही है। സത്യം ഒന്നേ ഉണ്ടാകാൻ പറ്റും. 10 സത്യം ഉണ്ടായാൽ അത് മറ്റെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് സത്യം എന്ന് പറഞ്ഞൊരു സത്യമില്ല. सत्य सत्य जो है वो एक ही है, 10 सच्चाई ऐसा कुछ नहीं। നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഈ പറഞ്ഞു വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. आप ध्यान दें, मैं जो कहती हूँ बात बड़ी महत्वपूर्ण बात है। ഈ ഒരു മോറൽ അബ്സല്യൂട്ട് അല്ലെങ്കിൽ പരമമായ സത്യം ഉണ്ടെങ്കിലേ നമുക്ക് വിശ്വസിക്കാനും ആശ്രയിക്കാനും പറ്റും. हमें अगर भरोसा करना है, विश्वास करना है तो एक परम सत्य जो एब्सोल्यूट ट्रूथ होना है। സത്യം പറയാത്ത ഒരാളെ നിങ്ങൾ ആശ്രയിക്കണം. जो सच्चाई नहीं करते उससे आप भरोसा कर सकते हैं। Can you trust on a person who always changes his words and always tell lies? बार बार जो अपने बातों को बदलने वाला, झूठ बोलने वाला व्यक्ति पर आप भरोसा कर सकते हैं? എന്നോട് ചോദിക്കുക, നിങ്ങൾ ആരും ചോദിക്കുക, പാസ്റ്റർ കല്യാണം കഴിച്ചതാണോ എന്ന് ചോദിച്ചാൽ आप मुझे पूछा कि पास्टर जी आपका शादी हुआ है क्या? ഞാൻ തല പറഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ചാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ട്. मैं अगर ऐसा बोले कि मुझे लगता है शादी किया है, ऐसा अगर कहेगा तो उसका मतलब क्या है? പക്ഷെ ഞാൻ പറയണ വിവാഹം കഴിച്ചതാണ് എന്നുള്ളത് സത്യമാണ്. लेकिन मैं कहता हूँ कि मेरा शादी हुआ वो सच्चाई है। അപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു, तभी आप उस पर विश्वास करें അപ്പോൾ എന്നെ ആശ്രയിക്കാൻ പറ്റും. तो मेरे पर भरोसा होता है। ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ സത്യമാണ്. I am the truth. यीशु ने कहा मैं ही सत्य हूँ। അങ്ങനെ ഒരു സത്യം the truth പറയുന്നത് കൊണ്ട് യേശുവിനെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം, അവനെ നമുക്ക് ആശ്രയിക്കാം. यीशु ने I am the truth, मैं ही सत्य हूँ, इसलिए हम यीशु पर भरोसा कर सकते हैं। Hallelujah. 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 പോസ്റ്റ് മോഡേൺ വേൾഡിലെ കുഞ്ഞുങ്ങളെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ ഒരു സത്യം, ആബ്സല്യൂട്ട് ട്രൂത്ത്, അല്ലെങ്കിൽ അനന്തമായിട്ടുള്ള നിത്യമായിട്ടുള്ള സ്ഥായിയായിട്ടുള്ള സത്യത്തിൽ അടിയുറയ്ക്കണം എന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാം. आज के जमाने में हमें अगर जीना है तो जो सच्चाई, जो परम सच्चाई, उसी बात पर हमें विश्वास करना है। ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. वहाँ पर एक पहचान की समस्या है। പല കുഞ്ഞുങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അല്ലെങ്കിൽ താൻ ആരാണെന്ന് ഒരു തിരിച്ചറിവ്. आप कई बच्चों को मैं कौन हूँ ऐसा एक पहचान नहीं है। ഞായറാഴ്ച എഴുന്നേറ്റ് രാവിലെ ഉറക്കം വരുന്നുണ്ട്, പുതപ്പൊക്കെ മാറ്റി അമ്മ വഴക്ക് പറഞ്ഞുകൊണ്ട് സഭ ആരാധനയ്ക്ക് വരുന്നു. संडे सुबह नींद आते हैं लेकिन माता पिता ने बहुत जबरदस्त कर रहे हैं इसलिए आराधना में आते हैं। ഇന്ന് ഞായറാഴ്ചയാണല്ലോ അതുകൊണ്ടൊന്ന് പോയേക്കാം എന്ന് പറഞ്ഞു. आज संडे है इसलिए जाएंगे, इसी प्रकार। അപ്പോൾ ഈ ഐഡന്റിറ്റി, ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ് ആദ്യം ഉണ്ടാകും. मैं कौन हूँ, मैं पहचान होना है। അത് മാത്യു പറഞ്ഞ പോലെ പട്ടാളക്കാരനാണെന്നുള്ള തിരിച്ചറിവ് തന്നെ ആദ്യം ഉണ്ടാകും. ऐसे कहा कि जो फौजी है उनको अपने आप को समझना है मैं फौजी हूँ। അങ്കിളിന് അങ്ങനെ ഒരു തിരിച്ചറിവില്ല. കാരണം അങ്കിള് അറിയാം പട്ടാളക്കാരൻ, he is a soldier, he knows very well and we also know very well. हाँ, वो जो फौजी था इसलिए उनको मालूम था कि फौजी कौन है। അതിവിടെ നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ നമ്മുടെ അകത്ത് കൊണ്ടിരിക്കുകയാണ്, ഇതാണ് ഞാൻ ആരാണ്. हमारी सोच में वो बात पक्का बैठा है, मैं कौन हूँ। ഇന്ന് രാത്രികാലം ആ ഒരു ഐഡന്റിറ്റിയിൽ നമ്മളായിരിക്കട്ടെ. മനസ്സിലാക്കുക, ആ അബ്സല്യൂട്ട് ട്രൂത്ത് ആയ
ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഞാൻ ആരാണ്? ഞാൻ സത്യ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. उस सच्चाई पर विश्वास करने वाला हमें ये पहचान होना है, मैं कौन हूँ? मैं उस सच्चा परमेश्वर की संतान हूँ, बेटा हूँ और बेटी हूँ. Be sure of that what we are. आप कौन है इस बात के बारे में हमें पक्का विचार होना है. ഇന്ന് രാത്രികാലം നമുക്ക് ആ ഒരു ഐഡന്റിറ്റി ഉണ്ടാകട്ടെ. ഞാൻ ആരാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ്. आज रात के समय में हमें मैं कौन हूँ ये पहचान हमारे जीवन में हो जाए. ഹല്ലേലൂയ. അയ്യോ, എന്നെ എന്തിനുള്ള? എനിക്ക് പാടാൻ അറിയത്തില്ല, എനിക്ക് വചനം വായിക്കാൻ അറിയത്തില്ല, എനിക്ക് എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല. ऐसा हम सोचते हैं मुझसे क्या होता है, गाना नहीं गाना आता है, मुझे प्रचार करना नहीं आता है, मुझसे ये काबिलियत नहीं है. इसी प्रकार कभी सोचते हैं. നമ്മുടെ കുറവുകളെയൊക്കെ നിരത്തുന്നു. हमारी जो कमी के बारे में हम सोचते हैं. നമ്മുടെ ഐഡന്റിറ്റി എന്നാണ് നമ്മൾ പലപ്പോഴും മറന്നു. हमारी पहचान क्या है हम कई बार भूल जाते हैं. നമ്മൾ ആരാണെന്ന് അറിഞ്ഞാൽ കഥ മാറും. जब हम ये बात को समझे मैं कौन हूँ, ये बात इस विचार बदलेंगे. ഈ 3 ദിവസം അതിന്റെ ഒരു രാത്രികളും പകലുമാകട്ടെ, നാം ആരാണ് കർത്താവിനെന്നുള്ള തിരിച്ചറിവ്. इन 3 दिनों में इसी बात को हम समझे कि प्रभु में मैं कौन हूँ, इसी पहचान के द्वारा. We are specially made in the image and likeness of God. हम परमेश्वर के स्वरूप में, परमेश्वर के रूप में बनाया हुआ लोग हैं. നമ്മൾ സാധാരണക്കാരല്ല. हम साधारण व्यक्ति नहीं है. നമ്മെ കർത്താവ് നമ്മെ അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. प्रभु ने अपने स्वरूप में, अपने सदस्य में, समानता में हमें बनाया है. അതിനുപരിയായി उसके अलावा യേശുവിന്റെ തങ്കച്ചോരയാൽ കഴുകി ശുദ്ധീകരിച്ച് നമ്മെ വിടുവിച്ച് ഹല്ലേലൂയ അവന്റെ പുത്രനും പുത്രിയുമാക്കി തീർത്തു. यीशु मसीह के लहू के द्वारा हमें तोड़कर अपने संतान बनाया है. Who am I? मैं कौन हूँ? Who am I? मैं कौन हूँ? I am the son of God. मैं प्रभु की संतान है. I am the child of God. मैं प्रभु की संतान है. എല്ലാവരും തന്റെ കരങ്ങളെ ഹൃദയത്തിലേക്ക് വെച്ചിട്ടൊന്ന് പറഞ്ഞാട്ടെ, और सब लोग अपना हाथों को दिल पर रखते हुए कहे, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. मैं परमेश्वर की बच्चा. ഞാൻ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച मैं यीशु मसीह के लहू से प्रभु ने मुझे वाश किया. സാത്താൻ നിന്നെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ചെവികളിൽ മുഴക്കുന്ന ശബ്ദമൊന്നും നാം കേൾക്കരുത്. शैतान आपको गलत विचार डालने के लिए कान में झूठ बोलते हैं. കർത്താവ് വിടുവിച്ച വിടുതൽ ഓർത്ത് നാം ആരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. प्रभु ने हमें छुटकारा दिया, उस छुटकारा के मुताबिक मैं कौन हूँ ये पहचान हमें रखना है. പ്രിയപ്പെട്ടവരെ, നീ ആദ്യത്തെ രാത്രി തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്ക് ആ തിരിച്ചറിവ് വളരെ പ്രാധാന്യം. ये पहली रात में आपको ये याद दिलाना चाहता हूँ, उस पहचान की जरूरत है. IPC സഭയിലെ വിശ്വാസിയാണ് അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരനാണെന്നുള്ളത് നമുക്ക് ഐഡന്റിറ്റി തരുന്നില്ല. मैं IPC कलीसिया के विश्वासी या पेंटिकोस्ट वाला है ये नहीं हमारा पहचान. കാരണം ഒത്തിരി ഡിനോമിനേഷൻ, ऐसा काफी चर्चेस है. ഒരു ഡിനോമിനേഷൻ അല്ല നമുക്ക് ഐഡന്റിറ്റി തരുന്നത്. एक कलीसिया, ये ग्रुप, ये पहचान नहीं. More than any other denomination, it is Christ, and in Christ we get the identity. कोई भी कलीसिया हो लेकिन मैं मसीह में है और मसीह है मेरा पहचान. Hallelujah, Hallelujah. hallelujah, Hallelujah. ഒരിക്കല് ഒരു കർഷകൻ एक किसान एक बार താൻ ഈ പഴയ സിസ്റ്റം നിങ്ങൾക്ക് അറിയാമെന്ന് അറിയത്തില്ല, ഈ പാട്ടത്തിനെടുക്കുന്ന സിസ്റ്റം. गिरवी में ऐसा खेती रहता था. പാട്ടത്തിന് പണ്ടൊക്കെ പാട്ടത്തിന് സ്ഥലം എടുത്തിട്ട് കൃഷി ചെയ്യും. गिरवी में खेती लेकर खेती करता था. അങ്ങനെ ഒരു കർഷകൻ, പാവപ്പെട്ട കർഷകൻ കൃഷി ചെയ്യുവായിരുന്നു. वहां पर एक किसान ने गिरवी में खेत लेकर खेती करता था. ഇപ്പോഴത്തെ നിങ്ങൾക്ക് അറിയത്തില്ല, പാട്ടം എടുക്കുക എന്ന് പറഞ്ഞാല് വേറെ ആരുടെയും പ്രോപ്പർട്ടി ആയിരിക്കും. ആ പ്രോപ്പർട്ടി കുറച്ച് നാൾ എടുത്ത് അവിടെ കൃഷി ചെയ്യും. किसी का जो खेत है वो कुछ समय के लिए वो लेते हुए उस खेत में अपना खेती करते हैं. And this land, whatever the agriculture product they get, they have to give a portion of it or money to the owner. जो उसमें से कितना मिलते हैं उसमें से एक भाग जो असली मालिक को देना पड़ेगा, नहीं तो पैसा देना पड़ेगा. അപ്പോൾ ചിലപ്പോൾ ഒരു മാസങ്ങൾ ജോലി ചെയ്തിട്ട് അല്പം കിട്ടുന്ന കൃഷിയായിരിക്കും. അതിൽ നിന്ന് അവർക്ക് എല്ലാ മാസം കൂടെ കിട്ടിയാലും ഇല്ലെങ്കിലും കൊടുക്കും. एक महीना उन्होंने मेहनत किया और फल मिले या ना मिले मालिक को जो देना है, गिरवी को जो बाड़ा है वो देना पड़ेगा. ഒരു ദിവസം एक दिन ഈ കർഷകൻ വളരെ വിഷാദിച്ച തൊഴിൽ കാണുന്നു. ये जो किसान बहुत चिंता में था. കാരണം എന്താണെന്ന് അറിയാമോ? कारण
उस समय में उसको खेत में कुछ नहीं मिला क्योंकि सूखा समय था, जो समर था, कुछ भी नहीं मिला। അടുത്ത മാസം അങ്ങനെ തന്നെ. अगले महीने भी ऐसे हुआ। അപ്പോൾ ഈ കടം അങ്ങ് കയറി. जो मालिक को देने के लिए जो कर्ज है वो बढ़ गया। ഈ മാലിക് ഉടമസ്ഥൻ വരുമ്പോഴെല്ലാം ഇവൻ ഒളിഞ്ഞ് വേറെ വഴിയായി. जब मालिक आते हैं तो ये चुकाकर दूसरी रास्ते में भागता था। മാലിക്കിനെ കാണുമ്പോൾ പേടിയാണ്. ये मालिक को देखने से डरता था കാരണം എന്താ? പൈസ ഇല്ല. क्योंकि वो पैसा मांगेगा। അപ്പൊ എപ്പോ മാലിക്കിനെ കണ്ടാൽ ഇവൻ ഒളിഞ്ഞു പോവാം. कभी भी मालिक को देखे तो दूसरी तरफ से छुपाकर जाता था। Guilt, pain, ഭയം, fear and guilt and remorse, all that things were there. वो डर से वो भाग रहा था। വളരെയധികം നാളുകൾ അങ്ങനെ ഒളിഞ്ഞു പേടിച്ചു. कई साल कई समय उन्होंने जो डर के भाग के रहते रहा। ഒരു ദിവസം एक दिन ഈ കർഷകൻ ചായ പീടിക വെച്ച് നമ്മുടെ നാട്ടിൽ ചായ പീടിക വെച്ചിട്ട് ചായ കുടിക്കുക. ये जो किसान ने चाय पीने के लिए दुकान गया। നമുക്കറിയാം ചായ പീടികയാണ് അവരുടെ ഒരു സ്ഥലം. എല്ലാവരും വന്ന് വാർത്തയൊക്കെ പറയുക ഡിസ്കസ് ഒക്കെ ചെയ്യുന്ന ചായ പീടിക. हमें मालूम है कि ये जो चाय की दुकान है, सब लोग गाँव वाला आकर बातचीत करते हुए एक जगह है। അപ്പോൾ അവിടെ ഒരു വിദ്യാഭ്യാസമുള്ള ഒരാൾ മാത്രമുണ്ടായിരുന്നു, അവിടുത്തെ മാഷ്. वहाँ पर पढ़ा लिखा एक ही व्यक्ति था, वहाँ पर स्कूल में सिखाते हुए टीचर था। മാഷ് അവിടെ നിന്ന് പത്രം വായിക്കും. जो टीचर वहाँ पर पत्र पढ़ता था, मतलब न्यूज़पेपर पढ़ता था। പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ മാഷ് जब न्यूज़पेपर पढ़ने के टाइम जो टीचर थे, പത്രം താഴ്ത്തിട്ട് ഈ കർഷകനെ നോക്കി. जो न्यूज़पेपर रखते हुए इस किसान को देखा। എന്നിട്ട് പറഞ്ഞു, ഭാസ്കര നീ അറിഞ്ഞില്ലേ? जो भास्कर, क्या तू नहीं जानते? പത്രത്തിൽ ഒരു വാർത്തയുണ്ട്. ये पत्र में या न्यूज़पेपर में एक खबर आया। ഭാസ്കരൻ പറഞ്ഞു, സാറേ എനിക്ക് വായിക്കാൻ അറിയത്തില്ല, എന്താണ്? किसान ने कहा कि मुझे पढ़ना नहीं आता, क्या है? ഇത് സർക്കാർ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചു. सरकार ने नया एक जो ऑर्डिनेंस आया। 15 വർഷം കൊണ്ട് പാട്ടത്തിന് ജോലി ചെയ്യുന്ന കർഷകനാണെങ്കിൽ ആ സ്ഥലം പിന്നീട് അവന്റേതാണ്. अगर 15 साल से गिरवी से खेती करने वाला एक व्यक्ति है तो वो खेत उस किसान को मिल जाएगा। Did you get it? After 15 years, if you are working, then the land become yours. 15 साल भाड़ा में या गिरवी में खेत में काम किया तो वो खेत आपको मिलेगा। അപ്പൊ ഇനി യജമാനന്റെ അല്ല ഇവന്റെ. अभी ये खेत मालिक का नहीं, ये किसान का है। ഹല്ലേലൂയ. हालेलुया। അവന് സന്തോഷിച്ചു. वो बहुत आनंद हुआ। അവന്റെ മുഖം വാടിയതെല്ലാം മാറി. वो जो चेहरा उतर गया था वो, लेकिन वो आनंद से भरा हुआ। ഇതുവരെ തലവലിഞ്ഞായിരുന്നു നടന്നത്. अब तक सिर झुका के चलता था, തല പൊക്കിയാണ്. अभी सिर उठाकर चलते हैं। നോക്കിയപ്പോഴാണ് സാർ മറ്റേ ഉടമസ്ഥൻ വരുന്നത്. अभी देखा तो ये मालिक आ रहे हैं। ഉടമസ്ഥനെ കാണുമ്പോൾ വഴി മാറിപ്പോകുന്ന ഇദ്ദേഹം ഉടമസ്ഥന് നേരെ തല പൊക്കിയതോ. ये मालिक को जब देखा तो वो दूसरी रास्ते से भागता था, लेकिन मालिक के सामने सिर उठाकर चलते हैं। പേടിയില്ല, डर नहीं, പേടി മാറി. उसका डर निकल गया। ഉടമസ്ഥനോട് പറഞ്ഞു, ഇനി എന്നെ പേടിപ്പിക്കേണ്ട, ഇനി ഈ സ്ഥലം എന്റേതാണ്, സർക്കാർ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. मालिक से कहा, अभी मुझे डराने की कोशिश नहीं, सरकार ने कानून लाया कि ये जमीन अभी मेरा है। ഒരൊറ്റ 2 മിനിറ്റ് കൊണ്ട് ജീവിതം മാറി മാറി. 2 मिनट के अंदर उसका दुनिया बदल गया। മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആരെന്നുള്ള ഐഡന്റിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളായിരിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മുടെ മാറ്റം, നമ്മുടെ ജീവിതത്തിലെ രൂപാന്തരം, മാറ്റം. मैं कौन हूँ, सच्चा पहचान हमारे जीवन में आए, हमारा अवस्था बदल जाएगी। പൗലോസ് പറയുന്നു, വീണ്ടും അടിമനുഖത്തിൽ നിങ്ങളെ ആക്കുവാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നു. पौलुस ने कहा, उस गुलामीपन में वापस जाने के लिए तुम्हें नहीं बुलाया। You are not called to be again yoked into the sinful world or under the Satan's yoke. You are free in Christ. उसको पाप के गुलाम बनने के लिए नहीं बुलाया है, शैतान के गुलाम बनने के लिए नहीं बुलाया। आप मसीह में आजाद हैं। Who am I? मैं कौन हूँ? Who am I? मैं कौन हूँ? I am the son of God. I am child of God. मैं प्रभु की संतान है, प्रभु की बेटा और बेटी है। ഇനി സാത്താൻ എന്റെ മേൽ അവകാശമില്ല. अभी शैतान को मुझ पर कोई अधिकार नहीं। ഹല്ലേലൂയ. അവൻ എന്റെ ജീവിതത്തിൽ പുതിയ ജീവൻ തന്നു, പുതിയ ജന്മം തന്നു, എനിക്ക് രൂപാന്തരം തന്നു, मेरा जीवन में नई जन्म दिया, मेरा जीवन रूपांतर हो गया, വിടുതൽ തന്നിരിക്കുകയാണ്. मुझे छुटकारा दिया। ആത്മീക സന്തോഷം അനുഭവിച്ചൊരു കൈയടിച്ചെന്ന് ദൈവത്തെ സ്തുതിക്കാം. जो आत्मा में आनंद है, हरी बनाकर प्रभु को धन्यवाद करें। ഉറക്കെ അടിച്ചാട്ടെ. ഉറക്കെ അടിച്ചിട്ട് ഒന്ന് ദൈവത്തെ ബോധപ്പെടുത്തണം, ഒന്ന് നമ്മുടെ ഉറക്കം കൂടെ ഒന്ന് മാറും.
എല്ലാവരും ലഞ്ച് കഴിക്കാൻ പോയി. सब लोग खाने के लिए गया। ഈ പുള്ളി മാത്രം ഡെക്കിൽ ഒറ്റയ്ക്ക് നിൽക്കുക. इन्होंने वो डेक में अकेला खड़ा है। അടുത്ത ദിവസം അങ്ങനെ തന്നെ. अगला दिन भी ऐसा था। ഇത് മേളിൽ നിന്ന് ക്യാപ്റ്റൻ നോക്കുന്നുണ്ടായിരുന്നു. ये कैप्टन ने इसी बात को देखता था। ക്യാപ്റ്റൻ ഇറങ്ങി ചോദിച്ചു, മിസ്റ്റർ ടിക്കറ്റ്? उन्होंने कैप्टन ने पूछा, आप टिकट नहीं खरीदा? യെസ് സർ. हाँ, मैं खरीदा। We are not going for lunch. आप लंच खाने के लिए क्यों नहीं गए? Sir, I'm a poor man. I don't have much money in my wallet. उन्होंने कहा, मेरा पर्स में ज्यादा पैसा नहीं है, मैं गरीब व्यक्ति हूँ। Then he asked, उन्होंने पूछा, show me the ticket. आपकी टिकट दिखाई। And then he took the ticket from his pocket. वो पॉकेट से टिकट निकाल के दिखाया। And then captain said, look at the other side of the ticket. उन्होंने कहा, आप इस टिकट की पीछे के साइड देखो। It is written, उसमें लिखा है, along with this ticket, ये टिकट के साथ all the meals are free. सारे खाना मुफ्त में है। Hallelujah. Praise the Lord. बेचारा भूखा बैठा है, बहुत सारे खाना वहाँ पर मिल रहा है, लेकिन ये भूखा बैठा है. Praise the Lord. Praise the Lord. പല ആത്മീക ദൈവമക്കളും അങ്ങനെയാണ്. कई लोग ऐसा है। ദൈവം നമുക്ക് മൃഷ്ടാന്ന ഭോജനം ഒരുക്കിയിരിക്കുന്നു. प्रभु ने हमें बताया कि अच्छे भोजन देते हैं। അവൻ നമുക്ക് സ്വർഗ്ഗത്തിലെ സകല വാഗ്ദത്തവും നമുക്ക് തന്നിരിക്കുന്നു. स्वर्ग के सारे वारिस हमें दिया है। He has given all the joy of the heaven. प्रभु की और स्वर्ग की सारे आनंद हमें He दिया has है। given all the promises of the heaven. सारे वायदा प्रभु ने दिया He है। has given all the blessings of the heaven. सारे आशीष हमें स्वर्ग से दिया हुआ है। But we live a pauper life. We live a very, very, a meager life that we have sufficient enough. लेकिन हमें बहुत गरीबी परिस्थिति में चलते हैं। Hallelujah. Hallelujah. ആത്മീക സന്തോഷമുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. जो आत्मा में आनंद है, प्रभु को धन्यवाद करें। Praise the Lord. Praise the Lord। അതുകൊണ്ട് നാം ആരാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വളരെ പ്രാധാന്യം. इसलिए हमें ये पहचानना है, मैं कौन हूँ। അടുത്ത രണ്ടാമത്തെ ഭാഗം നമുക്ക് ഓർത്തിരിക്കുന്നത്, अगली बात हमें याद करना है, യേശു ക്രിസ്തു ഇതിനെല്ലാം മാറ്റിമറിക്കുകയാണ്. यीशु मसीह ने इस सारे विचार को बदलते हैं। നാം ഈ കോർപ്പറേറ്റ് അല്ലെങ്കിൽ മോഡേൺ പോസ്റ്റ് മോഡേൺ ലോകത്തില് हमें एक नई जवानी की इस दुनिया में നമ്മള് അച്ചീവ്മെന്റും സക്സസിന് വേണ്ടി ഓടുന്നവരാണ്. हम जब कुछ हासिल करने के लिए, सफल करने के लिए हम जा रहे हैं, എന്നാൽ മുൻപോട്ട് പലപ്പോഴും അത് പ്രോഗ്രസ് ചെയ്യാറില്ല. लेकिन आगे हम जैसे सोचते हैं वैसा प्रोग्रेस नहीं मिलते हैं। അല്ല, ഇത് ഈ ട്രെഡ്മിൽ ഉണ്ട്, ചിലരുടെ വീട്ടിലെല്ലാം ട്രെഡ്മിൽ ഉണ്ട് അല്ലേ? किसी किसी घर में जो एक्सरसाइज करने के लिए ट्रेडमिल होते हैं। മിക്കവാറും വീടുകളിലെല്ലാം ട്രെഡ്മിൽ വാങ്ങിക്കുമ്പോൾ ആദ്യം ഭയങ്കര എക്സസൈസ് ആണ്. जब पहली बार ट्रेडमिल खरीदते हैं तो पहला दिन काफी बहुत जोरदार एक्सरसाइज चलते हैं। കുറച്ച് കഴിയുമ്പോൾ कुछ दिन के बाद അതില് അച്ചായന്റെ തോർത്തും कुछ दिन के बाद वो पिताजी उसका जो क्या बोलते हैं टॉवल डाल देते हैं, പിന്നെ ബനിയനും ഉണങ്ങാനിടും. बेनियन सब सूखने के लिए कपड़ा वो सफाई करने का कपड़ा डाल देते हैं। ട്രെഡ്മിൽ കണ്ടിട്ടുണ്ടോ? ट्रेडमिल आपने देखा? ഓട്ടോ जब दौड़ते हैं പക്ഷെ അവിടെ തന്നെ നിൽക്കുന്നത്, लेकिन वहां पर മുമ്പോട്ട് പോകത്തില്ല. आगे नहीं बढ़ते। എന്ന് പറയുന്ന പോലെയാണ് പലരുടെയും പോക്ക് ഈ മോഡേൺ പോസ്റ്റ് മോഡേൺ വേൾഡ്. अभी ये नए जमाने की दुनिया में ऐसा लोग चलते हैं कि दौड़ते हैं लेकिन आगे नहीं बढ़ते। ഒത്തിരി കാര്യം ചെയ്യുന്നുണ്ട്, बहुत बातें करते हैं, പക്ഷെ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാകുന്നില്ല. बहुत कार्य करते हैं लेकिन आगे नहीं बढ़ते। എന്നാൽ ഇവിടെ യേശു ക്രിസ്തു he flips the idea of productivity, അതിനെ മാറ്റിമറിക്കുകയാണ്. प्रभु ने इस सफलताई के विचार को बदलते हैं। യോഹന്നാൻ 15-ാം അധ്യായം 5-ാം വാക്യം പ്രകാരം പറയുന്നു, यूहन्ना 15 अध्याय 5वीं कलम में इसी प्रकार लिखा है, ഞാൻ മുന്തിരിവള്ളി കൊമ്പുകളുമാകുന്നു. ഹല്ലേലൂയ. നോക്കണം, നമ്മുടെ എഫേർട്ട് കൊണ്ടല്ല ഫലം ഉണ്ടാകുന്നത്. हमारी प्रयत्न से सिर्फ फल लाते नहीं, നമ്മുടെ പല ആക്ടിവിറ്റി കൊണ്ടും അല്ല ഫലം ഉണ്ടാകുന്നത്. हमारी काम के द्वारा ये फल नहीं आते। അത് കണക്ഷൻ കൊണ്ടാണ്, നമ്മൾ അതുമായിട്ട് ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് ഫലം കായ്ക്കുന്നത്. लेकिन हम प्रभु में संबंध में रहते हैं इसलिए फल लाते हैं। പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ പെർഫോമൻസ് കൊണ്ടാണ് ഫലം ഉണ്ടാകുന്നത്. हम कई बार हम सोचते हैं कि हमारी जो काम के द्वारा, मेहनत के द्वारा फल आते हैं। We all think about working for Christ, not working with Christ. हम कई बार सोचते हैं कि प्रभु के लिए काम करना और प्रभु के साथ काम करना,
ഈ കോട്ട നമുക്ക് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി, जो क्वांटिटी के मुताबिक ഒത്തിരി ഉള്ളതല്ല, അതിന്റെ ക്വാളിറ്റിയിലാണ് കർത്താവ് നോക്കുന്നത്. ज्यादा है ये बात में नहीं, उसका गुण विशेष के बारे में അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ये बात को हमें समझना है. ക്രിസ്തു ഇല്ലാത്ത പണികൾ जो काम मसीह बिना होते हैं അപകടമാണ്. गलत है. എന്നോട് വരണം, എന്നോട് ചേർന്ന് ചിന്തിക്കണേ. मेरे साथ आप सोचना. ഉൽപ്പത്തി പുസ്തകം അതിന്റെ എടുക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 11-ാം അധ്യായം. उत्पत्ति 11 अध्याय. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഉൽപ്പത്തി 11 എന്താണ്? उत्पत्ति 11 में क्या है? ബാബേൽ ടവർ. बाबेल जो टावर है, ബാബേൽ ടവർ പണിതു. बाबेल टावर बनाया. നിമ്രോദ് പണിത ഒരു ടവർ ഉണ്ട്. वो बनाया हुआ एक टावर है. അത് വലിയ നീളമുള്ള ആകാശമുള്ള ഒരു വലിയ ടവറാണ്. ये आकाश तक पहुंचने वाला बड़ी एक इमारत है. നമ്മൾ ചിന്തിക്കുന്നത് ഈ അവിടെയുള്ള തെറ്റ് പാപം എന്ന് പറയുന്നത് അവര് ആകാശമൊട്ടൊരു സ്വർഗത്തോടെ നിന്ന് ടവർ പണിതാണ് പാപം എന്ന് ചിന്തിക്കുന്നത്. हमने सोचते हैं कि स्वर्ग तक पहुंचते हुए जो इमारत बनाया वही गलत है. ശ്രദ്ധിക്കണേ, അവിടെയുള്ള പാപം ഏതാണ്? What was the sin there mentioned in Genesis 11 when they construct the tower? What was the sin there? उत्पत्ति 11 में जब टावर बनाया उसमें पाप क्या था? ടവർ പണിതാണോ പ്രശ്നം? क्या है? इमारत बनाया यही पाप है. അങ്ങനെയാണെങ്കിൽ മറ്റു ലോകത്തിൽ നമുക്ക് പൊക്കമുള്ളതൊന്നും പണിയാൻ പറ്റില്ല. ऐसा है दुनिया में, ऐसा ऊंचे स्थान में ऊंचाई की जो अच्छी इमारत नहीं बना सकते. അവിടെ ശ്രദ്ധിച്ച് വായിച്ചാൽ അറിയാം. वहां पर ध्यान से पढ़ेगा तो Let us, हम, for us, हमारे लिए, എല്ലാം നാം, നമുക്ക്, നമ്മൾ എന്നുള്ള വാക്ക്. ये हमारे लिए, हम ऐसा विचार है. അവിടെ ആരില്ല, वहां पर कौन नहीं है? ദൈവമില്ല. परमेश्वर नहीं है. അപ്പോൾ ഈ പണിയെല്ലാം ദൈവം ഇല്ലാത്ത പണിയാണ്. ये सारे काम प्रभु के बिना चलते हैं. ദൈവം ഇല്ലാത്ത പണി ആയതുകൊണ്ടാണ് ദൈവം ഇതിനെ കലക്കിക്കുന്നത്. प्रभु के बिना जो काम है इसलिए प्रभु ने उसको अलग किया है. ഭാഷ കലക്കിക്കണം. उसका जो भाषा को प्रभु ने बदला, അതോടുകൂടി പണിത്. इसके द्वारा ये काम बंद हो गया. ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. प्रभु के वचन हमें याद നമ്മുടെ दिलाता है. ഏത് പണിയിലും जो भी काम हम कर रहे നാം हैं, എന്ത് ചെയ്താലും हम जो भी करें കർത്താവുമായി ചേർന്ന് प्रभु के साथ हम जुड़कर करना है. മുന്തിരിവള്ളിയോട് കൊമ്പുകൾ ചേർന്നിരിക്കുന്നതാണ്. ये जो दाखलता के सब डालियां साथ में रहते हैं. ഹല്ലേലൂയ. हालेलुया. ഈ കൊമ്പുകൾ വലിയ കുഴപ്പമൊന്നും വെക്കത്തില്ല. ये डालियां ऐसा बहुत बड़ी कार्य नहीं करते. അത് അങ്ങനെ ചേർന്നിരിക്കുക. वो वहां पर इस दाखलता के साथ जुड़ के रहते हैं. നമ്മൾ ഒത്തിരി അങ്ങ് പ്രോഗ്രാം ഓറിയന്റഡ്. हम बहुत काम करते हैं, प्रोग्राम्स रखते हैं. നമ്മൾ എത്ര പ്രോഗ്രാം വെക്കുന്നു അതാണ് നമ്മുടെ സക്സസ് എന്നാണ് നമ്മൾ हम ചിന്തിക്കുന്നത്. जितना प्रोग्राम चलाया वो हमारे सफलता करके हम सोचते हैं. എന്നിട്ട് നാം ഒരു വർഷത്തിൽ ഇത്രയും പ്രോഗ്രാം വേണമെന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒത്തിരി പ്രോഗ്രാം ചെയ്യും. हम इसी प्रकार प्लानिंग करते हैं कि एक साल में इतना प्रोग्राम होना चाहिए. അതാണ് സക്സസ് ആവുക. ये है सफलता. എന്നാൽ ഓർക്കുക, लेकिन याद रखना, രാത്രികാലം യോഹന്നാൻ 15 നമ്മളെ ഓർപ്പിക്കുന്ന വിഷയം ഇതാണ്. യോഹന്നാൻ 15 में ये बात को हमें स्मरण दिलाते हैं. അവന് വേണ്ടി ചെയ്യുന്നതിനേക്കാൾ അവനോട് ചേർന്ന് ചെയ്യുന്നവേ. जो उसके लिए करने के अलावा उनके साथ काम करना है. എത്ര പേര് അവനോട് ചേർന്നിരിക്കും? कितने लोग प्रभु के साथ रहना चाहते हैं? അവനോട് അബൈഡ് ചെയ്ത് മുന്തിരിവള്ളിയോട് how many of you will abide in Christ? कितने लोग प्रभु में बसे रहेंगे? അങ്ങനെ ചേർന്നിരിക്കുമെന്നാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. ऐसा साथ रहने के लिए प्रभु ने हमें बुलाया. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 10 തുടങ്ങി 15-ാം വാക്യം വരെ ഒന്ന് വായിച്ചാൽ. पहला कुरिन्थियों 3 अध्याय 10 से लेकर 15 हम पढ़िए. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ആ. ഞാനുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തൻ താൻ എങ്ങനെ പണിയുന്നു ഓരോരുത്തൻ. നോക്കിക്കൊള്ളട്ടെ. ഹലോ, ശ്രദ്ധിച്ചു വായിക്കണേ. നാം എങ്ങനെ പണിയുന്നു ഓരോരുത്തരാണ്. हर एक व्यक्ति ये बात स्मरण रखना में कैसा काम करते हैं. പാസ്റ്റർ ജോസഫ് നോക്ക് നല്ല എഴുതിയിരിക്കുന്നു. पास्टर जी ने देखते हैं वो नहीं. ഹല്ലേലൂയ. Praise the Lord. അല്ലെങ്കിൽ നിന്റെ അപ്പനും അമ്മയും നോക്ക് നല്ലവരാണ്. ऐसा नहीं लिखा तेरा माता पिता देखते हैं. എങ്ങനെ പണിയുന്നു ഓരോരുത്തരും നോക്കി. हर एक व्यक्ति अपने काम कैसे करते हैं अपने आप देखना है. ഓരോ കൊമ്പിന്റെ ജോലിയാണ് അതിനോട് ചേർന്നിരിക്കുക എന്നുള്ളത്. हर एक डालिया ये दाखला के साथ जुड़ के रहना है. Every branch has to be
लिया है, ये दाखलता के साथ बसना है। മുമ്പോട്ട് വായിച്ചാൽ യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും കൊണ്ട് വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോ, വെളിയോ പണിയുന്നുവെങ്കിൽ അവരുടെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോട് വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തന്റെ പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ചേർന്ന് രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടിയെന്ന് അപ്പോൾ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന് മേൽ പലതും ഇടുക. प्रभु की जो नींव में बात जोड़ देते हैं, ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നത് കൂടാതെ प्रभु के साथ रहना, इसके अलावा ആ ഫൗണ്ടേഷന് മേലിൽ സ്വർണം, വെള്ളി, വിലയേറിയ കല്ലുകള്, മരം, the hay or straw, ഇതെല്ലാം ഇടുക. मसीह जो नींव के ऊपर अलग अलग के सोने, चांदी, लकड़ी ये सब डाल देते हैं, എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇതെല്ലാം കത്തിക്കും. और वहां पर लिखा है ये सारे बात जल जाएंगे। അവിടെ ഒരു കാര്യം മാത്രമേ എപ്പോഴും നിൽക്കത്തുള്ളൂ. वहां पर एक ही बात रहेगा, ക്രിസ്തു എന്ന അടിസ്ഥാനം. जो मसीह जो नींव है। അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? आपकी ये अभी अर्थ को समझ रहे हैं? Fire does not test how much we built. जो आग हम कितने बनाया वो नहीं जांचते हैं, Fire tests what we built with. जो आग ये जांचते हैं हमने क्या बनाया। എന്തുകൊണ്ടാണ് ഇത് പണിതതെന്ന് തീയാണ് തെളിയിക്കുന്നത്. ये किस मटेरियल से बना ये आग सोचते हैं, आग निर्णय लेते हैं। അപ്പോൾ നമ്മൾ പലതും കൊണ്ട് പണിയാൻ ശ്രമിക്കുമ്പോൾ അത് കത്തിപ്പോകുന്നതാണ്, നിലനിൽക്കുന്നതല്ല. हम किसी अलग अलग वस्तु से बनाना चाहते हैं, लेकिन ये सब आग में जलने वाला है। സ്ട്രോ എന്ന് പറയുന്നത്, കച്ചി എന്ന് പറയുന്നത്, പുല്ലെന്ന് പറയുന്നത് ക്രിസ്തു ഇല്ലാത്ത പണികളാണ്. जो ग्रास और लकड़ी ये को दिखाते हैं जो काम मसीह बिना होते हैं। സ്വർണം എന്ന് പറയുന്നത് കർത്താവിലുള്ള പണികളാണ്, ये जो सोना दिखाते हैं मसीह में जो काम होते हैं, നിലനിൽക്കുന്ന പണിയാണ്. जो हमेशा रहते हैं। നമ്മെ ഓർപ്പിക്കുന്നുണ്ട് സങ്കീർത്തനം 127. हाँ, वचन संहिता 127 हमें ये याद दिलाते हैं, Unless the Lord builds the house, the builders labor in vain. जब तक प्रभु ना बनाए बनाने वाला। യഹോവ വീട് പണിയാതിരുന്നാൽ വൃഥാ അധ്വാനിക്കുന്നു. അപ്പോൾ പലപ്പോഴും നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ പ്രയത്നവും എല്ലാം ക്രിസ്തുവിലല്ലെങ്കിൽ, ക്രിസ്തുവിൽ അബൈഡ് ചെയ്തല്ലെങ്കിൽ അതെല്ലാം വൃഥാവാണെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. हमारी जो मेहनत जो भी काम है अगर मसीह में नहीं है वो सब व्यर्थ है। നമുക്ക് വീട് പണിയാം, हम घर बना सकते हैं, ജോലികൾ നമുക്ക് കിട്ടാം, काम हमें मिल सकते हैं, വലിയ വലിയ മിനിസ്ട്രി ഒക്കെ ചെയ്യാമായിരിക്കാം. बड़ी बड़ी सेवकाई कर सकते हैं, എന്നാൽ അതെല്ലാം വ്യർത്ഥമാകുവാൻ लेकिन ये सब व्यर्थ हो सकते हैं ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടില്ല, अगर मसीह जो नींव में नहीं बनाया, ക്രിസ്തുവുമായി ചേർന്നിരിക്കുന്നില്ല. मसीह के साथ अगर नहीं बैठा है। അതുകൊണ്ടാണ് ഇപ്രകാരം അടുത്ത ഭാഗത്ത് പറയുന്നത്. इसलिए अगली जगह में इस प्रकार लिखा है, സ്ക്രീനകത്ത് കാണുന്നില്ല. മാത്യു 7, മത്തായി 7-ാം അധ്യായം. मत्ती 7 अध्याय, 7-ാം അധ്യായത്തിൽ എന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. वहां पर मुझे चकित किया हुआ एक वाक्य है, നമ്മളെല്ലാവരും ഞെട്ടിപ്പിക്കുന്ന ഒരു വാക്യമാണ്. हम सब चकित हो जाएंगे। വായിച്ചാട്ടെ. पढ़िए, Please read that shocking warning of Jesus in Matthew 7:22 and 23. जो मत्ती 7:22 और 23 आप पढ़िए, जो हमें चकित होते हैं। മത്തായി 7:22-23, 7:22 and 23. ഞാനിത് വായിക്കുമ്പോൾ പലപ്പോഴും ഞെട്ടാറുണ്ട്. ये जो बात ये वचन में पढ़ते हैं, कभी हम बहुत बार डरते हैं। നോക്കണം, അവിടെ എഴുതിയിരിക്കുന്നത് നിന്റെ നാമത്തിൽ എന്നാണ്. वहां पर कहा है तेरे नाम में, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ ഇറക്കിയത്, तेरे नाम में दुष्टात्मा को निकलो, നിന്റെ നാമത്തിൽ ഞാൻ അത്ഭുതങ്ങൾ ചെയ്തത്. तुम्हारे
कि ये ऐसा करेगा तो फिर क्या समस्या है? ഹലോ ശ്രദ്ധിക്കുന്നുണ്ടോ? പിന്നെ എവിടെയാ പ്രശ്നം? फिर समस्या कहाँ है? What is the problem? क्या समस्या है? He does or she does everything in the name of the Lord. उन्होंने जो भी किया मसीह के यीशु के नाम में किया, Not in the name of Satan. शैतान के नाम नहीं, Not in the name of any human being also. कोई मनुष्य के नाम में नहीं किया, All that is doing in Jesus' name only. जो भी किया यीशु के नाम में किया। ശ്രദ്ധിച്ചു കേൾക്കണേ. अब ध्यान से सुनिए, ഭയപ്പെടേണ്ട കാര്യം. अब हमें डर लगने की बात है। കർത്താവിനുവേണ്ടി ഒത്തിരി കാര്യം ചെയ്യുന്നുണ്ട്. प्रभु के लिए कई बातें कर रहे हैं, പക്ഷേ ഇവിടെ കർത്താവ് പറയുന്നത് എന്താ? लेकिन प्रभु कहते हैं ഒരു നാൾ നിന്നെ I don't know you. मैंने तुमको कभी नहीं जाना। I don't know you. मैं तुम्हें जानता नहीं। ഈ knowing എന്ന് പറയുന്നത് അതിന്റെ എബ്രായ പദത്തിലും ഗ്രീക്കിലും ഒക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം യാഥ എന്ന് പറയുന്ന എബ്രായ പദമാണ്. പിന്നെ knowing ഗ്രീക്ക് വരുമ്പോൾ നോസിസ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള തിരിച്ചറിവ് എന്നുള്ള അർത്ഥത്തിലാണ്. ये जो जानना है वो करीबी की जानकारी है, It's an experiential knowledge. एक अनुभव की जानकारी है, Not just the brain knowledge. ये जो दिमाग में जो जानकारी वो नहीं है। Hallelujah. Praise God. Hallelujah. Hallelujah. അപ്പോൾ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവനുമായി ചേർന്നിരുന്ന ഒരു ഇന്റിമേറ്റ് നോളജ് നമുക്കുണ്ടായിരിക്കണം. प्रभु ये चाहते हैं उनके साथ करीबी एक जानकारी, एक अनुभव होना है। Are you getting my dear brothers? आप समझ रहे हैं? Are you getting my dear sisters? आप समझ रहे हैं? Christ is looking at an intimate experiential knowledge than the brain knowledge. प्रभु ये चाहते हैं कि आप प्रभु के साथ एक करीबी की जानकारी, ये अनुभव के द्वारा हो जाए, सिर्फ ब्रेन में जो दिमाग की जो जानकारी नहीं। ഇനി പറയാൻ പോകുന്ന കാര്യം എന്നെ തെറ്റിദ്ധരിക്കില്ല. आगे जो बात मैं करने वाला हूँ आप गलत मत समझना। നമ്മുടെ ചർച്ചയിൽ ഇതൊക്കെ ആവശ്യമാണ്. हमारी कलीसिया में जरूरी है പറയാൻ പോകുന്ന കാര്യം जो बात करने वाले हैं। നമുക്ക് പലപ്പോഴും താലന്ത് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. हमारे लिए हमें टैलेंट टेस्ट है, पीवीपी का जो टैलेंट टेस्ट होते हैं, ഈ 100 വാക്യം പറഞ്ഞെന്നുള്ളതിനേക്കാൾ हम 100 वाक्य वचन कहा, इसका अलावा ക്രിസ്തുവുമായി എത്ര എക്സ്പീരിയൻഷ്യൽ നോളജ് ഉള്ളതിനാണ് സ്വർഗ്ഗം കണക്കാക്കുന്നത്. मसीह के साथ कितना अनुभव की जानकारी है, ये बात स्वर्ग और प्रभु आपके लिए देखते हैं। എത്രയും പെട്ടെന്ന് വാക്യം തുറന്ന് വായിച്ച് ഞാൻ ഫസ്റ്റ് പ്രൈസ് നേടുന്നതിനേക്കാൾ സ്വർഗ്ഗം നോക്കുന്നത് ക്രിസ്തുവുമായി നീ എത്ര അഭേദ്യമായ ബന്ധമാണ്. कितना जल्दी आप वचन खोलकर पढ़ा, ये बात के अलावा प्रभु देखते हैं मसीह के साथ कितना अनुभव एक्सपीरियंस है आपका जीवन में। പലപ്പോഴും താലന്ത് പരിശോധന എന്ന് പറഞ്ഞിട്ട് അവസാനം അമ്മയപ്പനും തമ്മിലാക്കി. कई बार टैलेंट टेस्ट के बाद माता पिता के बीच में झगड़ा होता है। പിള്ളേർക്ക് പ്രശ്നമൊന്നും കാണത്തില്ല. जो बच्चों को इतना समस्या नहीं है, അവർ പിന്നീട് ഫ്രണ്ട്ഷിപ്പായിട്ട് അവർ പോകും. वो लोग दोस्ती में आगे चले गए। പക്ഷെ അപ്പുറമായി വഴക്ക കമ്മിറ്റി മെമ്പേഴ്സിനോട് വഴക്ക എന്റെ കുഞ്ഞിന് എന്താ 2 മാർക്ക് ഗുണം തരാതെന്ന് പറഞ്ഞു. लेकिन माता पिता एक कमेटी वाले के साथ झगड़ा होते, मेरे बच्चों को क्यों मार्क ज्यादा नहीं मिला, ये बात पर झगड़ा हो। എന്റെ കുഞ്ഞുങ്ങളെ നല്ലതായിട്ട് വചനം പഠിക്കണം. आप अच्छी तरह से वचन पढ़ना, നന്നായിട്ട് നമ്മൾ ബൈബിൾ മനസ്സിലാക്കണം. अच्छी तरह से बाइबल समझना। എന്നാൽ അത് വെറും ഒരു വേൾഡ്ലി കോമ്പറ്റീഷനിലേക്ക് പോകരുത്. ये सिर्फ एक कंपटीशन में नहीं जाना। വെളിയിൽ ഒത്തിരി റാറ്റ് റേസും കോമ്പറ്റീഷനും ഉണ്ട്. दुनिया में बहुत कंपटीशन है। അത് സഭയ്ക്കകത്ത് കൊണ്ടുവന്നിട്ട് സഭയിൽ അതൊരു പ്രശ്നമാക്കരുതേ. एक कलीसिया के अंदर लाकर कलीसिया के अंदर एक समस्या ना बनाना। കർത്താവിന്റെ പേരിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നവരാകാതെ കർത്താവിനോട് ചേർന്ന് നിന്ന് അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ഇന്ന് രാത്രികാലം തീരുമാനം നമുക്ക് എടുക്കണം. प्रभु के लिए एक तो बात करने की, एक कार्य करने के अलावा प्रभु के साथ रहते हुए उनको जानना जरूरी है। I want to know you, പൗലോസ് പറയുന്നത്. जैसे बोलने का मैं जानना चाहते हैं, I want to know that knowledge is an experiential knowledge. और वो जानकारी अनुभव के द्वारा होना എത്ര चाहिए। പേര് അവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ട്. जो प्रभु को कैसे जानना है वैसे जानना है। ക്രിസ്തുവുമായിട്ടുള്ള
കളിപ്പിക്കാം. जब पास्टर जी से हम छुपा सकते हैं, You can fool your pastor. आपकी जो गुरु मतलब दुनिया के लोगों को आप बुद्धू बना सकते हैं। പണ്ടൊരു പയ്യൻ അറിയാം പാസ്റ്ററെ, പണ്ടൊരു പയ്യൻ ഇങ്ങനെ പോസ്റ്റർ നോക്കിക്കൊണ്ടിരിക്കുക വീഡിയോയിൽ. വിശ്വാസിയാ. एक विश्वासी एक पोस्टर देखते रहता था, ഏയാ. एक അറിയാം. മനസ്സിലായോ? ഈ പോസ്റ്റർ കണ്ടുകൊണ്ടിരിക്കുക. ऐसे एक फिल्म देखता था, ആ വിളിച്ചു നോക്കിക്കൊണ്ടിരിക്കുക. ऐसा देखते रहता था पोस्टर। പാസ്റ്റർ പോവാ. पास्टर जी आया, ആ റോഡിൽ കൂടി തന്നെ പാസ്റ്റർ പോകും. उसी रोड में आया। ഈ പുള്ളിക്ക് അങ്ങോട്ട് ഓടാൻ പറ്റുമോ, ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? ये तो इधर उधर भाग नहीं सकते, വിട്ടുപോയി. वो फंस गए। ഉടനെ ഈ പയ്യൻ പറയുകയാണ്, उन्होंने ऐसी प्रकार कहा, എന്നാലും എന്റെ പാസ്റ്ററെ ലോകം പോയ പോക്കേ. क्या पास्टर जी दुनिया ऐसी प्रकार करते हैं? എനിക്ക് പാസ്റ്ററിനെ പറ്റില്ല. पास्टर को बुद्धू बना सकते हैं, എന്നാൽ എന്റെ ഹൃദയത്തെ തൂക്കി നോക്കുന്ന ദൈവത്തിന് लेकिन आपका हृदय को मापने वाला परमेश्वर से आप क्या बताने वाला है? പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, ഇന്ന് രാത്രികാലം കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. पवित्र आत्मा बताना चाहता, प्रभु हमारे दिल को जांचते हैं। നീ നിന്റെ അമ്മയപ്പനെ നീ പറ്റിക്കുമായിരിക്കും, നിന്റെ കുഞ്ഞുങ്ങളെ പറ്റിക്കുമായിരിക്കും, നിന്റെ ദൈവദാസന്മാരെ പറ്റിക്കും. എന്നാൽ എന്റെ കർത്താവിനെ നിനക്ക് പറ്റിക്കുവാൻ आप माता पिता या परमेश्वर के दास को किसी के सामने आप कोई भी दिखा सकते हैं, लेकिन प्रभु के सामने आप कर नहीं सकते हैं। He looks deep down in your heart. प्रभु ने आपके दिल की एक गहराई को देखते हैं, നിന്റെ ഉൾപ്പൂകൾ നീ ചിന്തിക്കുന്നെന്ന് കർത്താവ് നന്നായിട്ട് അറിയുന്നത്. हमारे सोच विचार को, मन भावना को प्रभु देखते हैं। അവനുമായി ഒരു അഭേദ്യ ബന്ധത്തിലേക്ക് ഇന്ന് രാത്രികാലം प्रभु के साथ एक करीबी रिश्ता के लिए हम चाहते हैं। കർത്താവെ എന്ത് വന്നാലും നിന്നോട് ഞാൻ ചേർന്നിരിക്കും. प्रभु कुछ भी हो, मैं आपके साथ रहूंगा। അവനോട് ചേർന്നിരുന്നാലേ ഫലം കായ്ക്കാൻ കഴിയത്തുള്ളൂ. उनके साथ रहने से ही फल ला सकते हैं। ആ ചേർന്നിരിക്കുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. साथ रहना बहुत महत्वपूर्ण बात है। നല്ലൊരു വാക്യമുണ്ട്, ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം. लूका की सुसमाचार 10वीं अध्याय में അതിന്റെ 38 തുടങ്ങി 42-ാം വാക്യം വരെ. 38 से लेकर Luke chapter 10 verse 38 to 42. Yes. പിന്നെ അവർ യാത്ര പോവുകയും ആ. അവരൊരു ഗ്രാമത്തിലെത്തി. ആ. മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. ആ. അവൾക്ക് മറിയ എന്ന അവളുടെ സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാലത്തിലിരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുത്ത് വന്നു. കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തേ, മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അവഗണിക്കുകയുമില്ല. Hallelujah. praise the Lord। മാർത്ത ഇല്ലെങ്കിൽ യേശു പട്ടിണി കിടക്കും. അതോർക്കണം. മാർത്ത ഇല്ലെങ്കിൽ യേശു പട്ടിണി കിടക്കും. अगर मार्ता वहां पर नहीं होता तो यीशु मसीह को खाना नहीं मिलता था। മാർത്ത അടുക്കളയില് സാമ്പാർ ഉണ്ടാക്കിയതല്ല പ്രശ്നം. मार्ता ने रसोई में जो सब्जी बनाया, ये बात ये नहीं। പ്രശ്നം എന്താണെന്നറിയോ? समस्या क्या है? ഇവളൊന്നും ഭയങ്കര ബിസിയാണ്. इन्होंने इतनी बिजी है। ചിലരെ കണ്ടിട്ടുണ്ട്, ഭയങ്കര ബിസിയാണ്. कुछ लोग हमेशा बिजी रहते हैं, ഭയങ്കര ബിസിയാണ്. बहुत समय नहीं, പ്രാർത്ഥിക്കാനും സമയമില്ല, प्रार्थना करने के लिए भी समय नहीं, വചനം വായിക്കാനും സമയം. वचन पढ़ने के समय नहीं। കർത്താവിനെ കൂടാതെ എന്തൊക്കെയോ ചെയ്യാൻ നോക്കുന്നു. प्रभु के बिना बहुत बातें कर रहे हैं। മാർത്ത കർത്താവിന് വേണ്ടി ചെയ്യുക. वो मार्ता प्रभु के लिए कर रहे हैं, കർത്താവിന് വേണ്ടി സാമ്പാർ ഉണ്ടാക്കുന്നത്, प्रभु के लिए खाना बना रहे हैं, കർത്താവിന് വേണ്ടി അവിയൽ ഉണ്ടാക്കുന്നത്. प्रभु के लिए सब्जी बना रहे പക്ഷെ हैं, കർത്താവിനോട് ഇരിക്കാൻ സമയമില്ല. लेकिन प्रभु के साथ बैठने के लिए समय नहीं। അത് മാർത്തയാണെങ്കിൽ ഇവിടെ കുറച്ച് എന്നാ ഇങ്ങനെ പറയുന്നത് മാർത്തന്മാരും ഉണ്ട്. हाँ, ऐसा मार्ता है, लेकिन ऐसा आदमी भी है। മാർത്തയും മാർത്തനും ഇത് ബാധകമാണ്. ये मार्ता और आदमी लोग भी ऐसा है, लोग हैं। നമ്മൾ കർത്താവിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യാം. प्रभु के लिए बहुत कुछ അല്ല, करता है, കർത്താവ് പറയാണ്, മാർത്തയെ മാർത്ത നീ പലതിനെ ചൊല്ലി വിചാരപ്പെടും. लेकिन प्रभु ने कहा, मार्ता मार्ता तुम बहुत बातों के लिए चिंता करती है, You are worried about many things. आप बहुत बातों के लिए चिंता करती हो, घबराती है, One thing is needed. लेकिन एक ही बात आवश्यक है। എല്ലാവരും പറഞ്ഞേ, one thing is needed. एक बात आवश्यक है। മലയാളത്തിൽ ഒന്നത്രേ വേണ്ടത്. Praise the Lord। നമ്മുടെ പ്രശ്നത്തിൽ 100 അത്രേ വേണ്ടത്. हमारे लिए काफी बात है, 100 बातें लेके घूमते हैं। അല്ലേ? For us it is, not 101 things. हमारे लिए एक नहीं 101 बात है। എന്നാൽ കർത്താവ് പറയും, ഒന്നത്രേ വേണ്ടത്. प्रभु ने कहा एक बात। അത് ആര് തെരഞ്ഞെടുത്തു? वो कौन चुना है? മറിയം തെരഞ്ഞെടുത്തു. मरियम ने चुना। മറിയം എവിടെയിരിക്കുന്നത്? യേശുവിന്റെ കാൽപ്പാദത്തിൽ. यीशु मसीह कदमों में बैठा है। വചനം കേൾക്കാൻ. Praise the Lord।
അവനുമായിട്ടുള്ള സാന്നിധ്യം അനുഭവിക്കും. प्रभु की सानिध्य को समझा. ഇന്ന് 3 ദിവസം ദൈവസന്നിധിയിലായിരിക്കും. आज 3 दिन प्रभु की उपस्थिति में है. കർത്താവേ, എന്നെ മറിയത്തെ പോലെ ആക്കണമേ. प्रभु मरियम जैसा मुझे बनाना. നിന്നോട് ചേർന്നിരിക്കാൻ, प्रभु के साथ रहने के लिए, നിന്നിൽ നിന്ന് കേൾക്കുവാൻ, प्रभु से सुनने के लिए, നിന്റെ ഇമ്പമുള്ള സ്വരം കേൾക്കാൻ, प्रभु की वाणी सुनने के लिए, നിന്നെ പ്രാപിച്ചിട്ട് प्रभु से पाने के लिए, നിനക്ക് വേണ്ടി ചെയ്യുവാൻ प्रभु के लिए करने के लिए ദൈവമേ എന്നെ സഹായിക്കണം. प्रभु मुझे मदद करे. നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതല്ല, तेरे लिए क्या कर रहे हो और नहीं, നിന്നോട് ചേർന്നിരുന്ന് എന്ത് ചെയ്തു എന്നുള്ളത്. प्रभु के साथ रहते हुए क्या करते हैं. മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരം. माता माता तू बहुतों के लिए बहुत बातों के लिए चिंता करते हैं. പ്രത്യേകിച്ച് സഹോദരിമാരോട് ഞാൻ പറയുന്നത്, मैं विशेष करके बहनों से कहना चाहता हूँ, ഈ കമ്മിറ്റി മെമ്പേഴ്സും ചർച്ചും പ്രത്യേകിച്ച് ഭർത്താക്കന്മാരെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഈ ദിവസം തന്നിരിക്കും. ये जो कमेटी में चर्च ये सब जो कर रहे हैं आपके लिए कर रहे हैं. എന്റെ ഭാര്യ പാസ്റ്ററുടെ ഭാര്യയാണ്. मेरा पति भी पास्टर की पत्नी है. അവർക്ക് ഇച്ചിരി ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ തൊട്ടുമായിട്ട് ഒരു അടുക്കള ജോലി ചെയ്ത് സാമ്പാർ ഉണ്ടാക്കി വരുന്നവർക്കെല്ലാം വെച്ച് വിളമ്പി. ഇപ്പൊ നിങ്ങൾക്ക് കുക്കിംഗ് ഒന്നും ചെയ്യണ്ട, ഇവിടെ ദൈവസന്നിധിയില്ല. आप घर में बहुत सुबह से शाम तक बहुत परेशान है, काम करते हैं, खाना बनाते हैं, लेकिन इन 3 दिनों में कुछ बनाने की जरूरत नहीं है. ഇന്ന് റിലാക്സ് ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് പ്രാപിക്കാം. आप शांति से प्रभु की उपस्थिति में बैठकर पाए. സഹോദരന്മാരെ, നമ്മളെല്ലാം ജോലി ഭയങ്കര ബിസിയാണ്. प्रभु भाई लोग, आप प्रभु में बहुत हमारे काम के दौरान व्यस्त रहते हैं, എന്നാൽ ഒരു കിങ്ഡം കൾച്ചർ, ദൈവരാജ്യത്തിന്റെ ഒരു കൾച്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്യണം. लेकिन प्रभु की राज्य की जो कल्चर है हमें बनाना है. ഞാൻ പറയുന്നത് ഈ ഇപ്പോഴുള്ള ഡിനോമിനേഷനിലെ സഭയിലുള്ള കൾച്ചറല്ല. ये कलीसिया के अंदर जो संस्कृति है उसके बारे में नहीं, വെളിയിലുള്ള കൾച്ചർ എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി അങ്ങ് ചെയ്യുക. जो है प्रभु के लिए बहुत कर रहे हैं. എന്നാൽ ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് लेकिन परमेश्वर के राज्य के जो तत्व है കർത്താവുമായി ചേർന്ന് ചെയ്യുക. प्रभु के साथ रहना. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത് മുന്തിരിവള്ളിയോട് इसलिए लिखा है कि दाखलता के साथ रहना. നമ്മളെല്ലാം കൊമ്പുകൾ അതിനോട് വസിച്ചിരിക്കണം, ചേർന്നിരിക്കണം. हमें साथ रहना है, Abide in the vine. प्रभु में रहना है. ആ വൈനുമായിട്ട് ചേർന്ന് മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കണം എന്ന് കർത്താവ് ഇന്ന് രാത്രികാലം നമ്മെ जो डालियां दाखलस के साथ रहना है, ये बात प्रभु के वचन से हमें मिली. ഈ ദിവസങ്ങളിൽ നമുക്ക് അതിനാ ഉറ്റിരിക്കാം. इसलिए इस बातों में हमें लगे रहे. കർത്താവ് ഇതിനോട് ചേർന്ന് ചില അത്ഭുതങ്ങൾ, ചില കാര്യങ്ങൾ ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് प्रभु के साथ रहकर कुछ कार्य करना चाहते हैं. പൗലോസ് നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. पौलुस हमें एक बात याद दिलाता है. പൗലോസ് പറയുകയാണ്, ഞാൻ ഒരു കാര്യം ചെയ്യുന്നു. मैं एक कार्य करता हूं. ഇവിടെ പറയുന്നു, ഇവിടെ നമ്മൾ കണ്ടത് ഒരു കാര്യം. एक कार्य करता हूं. പൗലോസ് പറയുന്നത് ഞാൻ ഒരു കാര്യം ചെയ്യും. एक बात करता हूं. പിന്നിലുള്ളത് മറന്ന് पीछे जो बातें भूलकर മുമ്പിലുള്ളതിന് आगे की बातों के लिए അക്കിലേക്ക് ഓടുന്നു. उस मकसद पर जा रहा हूं. ആലോചിച്ച് പൗലോസിന് ഒത്തിരി കാര്യം പങ്കു പറയാനുണ്ട്. പുറകിലത്തെ पौलुस पीछे जगह तो काफी बात है वो बोल सकते हैं. 2025 തീരാൻ പോകുന്നത്. 2025 खत्म होने जा रहे हैं. ഒത്തിരി അച്ചീവ്മെന്റ്സ് ഒക്കെ കാണുമായിരുന്നു. काफी बातें हम कर चुके हैं. നമ്മുടെ പുതിയ ഇയർ 2026 കയറാൻ പോകുന്നു. 2026 में हम कदम रखने वाला ചില है. ദിവസങ്ങളേ ഉള്ളൂ. कुछ दिन के बाद പൗലോസ് പറയുകയാണ്, എന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ വേദനകൾ മാത്രമല്ല എനിക്ക് ഓർമ്മ, നല്ല അച്ചീവ്മെന്റ്സും എനിക്കുണ്ട്. मैं जब पीछे मुड़ के देखता हूँ सब दर्द की बात नहीं, काफी बातें मैंने अचीव किया है. എന്നാൽ അതൊന്നും ഓർത്ത് നിൽക്കുകയല്ല ഞാൻ. मैं सब वो पीछे की बात को सोच कर नहीं बैठा हूँ. അവിടെ നിന്ന് കുറ്റിയടിച്ച് നിൽക്കുവല്ല. वहां पर रहता नहीं. അതെല്ലാം കണ്ടുകൊണ്ട് ये सब देखकर ദൈവം നടത്തിയല്ലോ, मुझे प्रभु ने चलाया, ഇത്ര കാര്യങ്ങൾ ചെയ്തല്ലോ इतनी कार्य करना. എന്ന് പറഞ്ഞ് അവിടെ ഒരു കുറ്റിയടിച്ച് നിന്ന് ഓർക്കുന്ന ഒരു അനുഭവമല്ല. वहां पर रहकर जो अचीव किया बातों पर स्मरण करते नहीं सर. ഓർക്കുമ്പോൾ തന്നെ അവനെന്താ ചെയ്യുന്നത്? കർത്താവുമായി ചേർന്ന് മുമ്പോട്ട് ഓടുക. जब वो स्मरण करते हुए प्रभु के साथ आगे बढ़ जाए. ഹല്ലേലൂയ, Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഈ ഡിസംബർ തീരുന്ന ദിവസങ്ങളിൽ നമുക്ക് തീരുമാനമെടുക്കാം, കർത്താവേ വരുന്ന നാളുകളിൽ നിന്നോട് ചേർന്നിരിപ്പാൻ, പ്രാർത്ഥനയിൽ വചനത്തിൽ സമയം ചെലവഴിക്കുവാൻ ഒരു കിങ്ഡം കൾച്ചർ, ദൈവരാജ്യത്തിന്റെ ഒരു കൾച്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ദൈവം സഹായിക്കും. इस दिसंबर महीने में हम ऐसा प्रकार एक निर्णय ले, प्रभु तेरे साथ रहकर आगे बढ़ने के लिए, एक परमेश्वर के राज्य की स्वभाव बनने के लिए हम प्रार्थना करें. ഈ ലോകത്തിന്റെ കൾച്ചർ പോസ്റ്റ് മോഡേൺ കൾച്ചർ ആയിരിക്കും നമ്മെ പഠിപ്പിക്കുന്നത് ഒത്തിരി കാര്യം കൂടി നടന്ന് ചെയ്യാൻ. ये दुनिया की जो नए जमाने की कई बात हमें लोग सिखाते हैं. നമ്മൾ ചിന്തിക്കുന്ന അതൊക്കെ സക്സസ് ആണ്. हमें सोचते हैं सब सफलता है. അത് സക്സസ്
സക്സസ് ആവുന്ന ഡെഫിനിഷനാണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. वो एक सफलता की परिभाषा हमें सिखाया है, ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. लेकिन बाइबल हमें सिखाता है ഹല്ലേലൂയ. हालेलुया കാമ്യാബിയല്ല, എന്തെങ്കിലും നേടിയെടുത്തു എന്നുള്ളതല്ല, കർത്താവുമായി എത്ര ചേർന്നിരുന്നു എന്നാണ് സ്വർഗ്ഗം പുസ്തകം. हम कितना कामयाब हो उसी बातों नहीं, लेकिन प्रभु के साथ कितने दिन रहा है. ഹല്ലേലൂയ. हालेलुया. ഞാൻ ജബൽപൂരിൽ മിനിസ്റ്റർ ചെയ്തിട്ടുണ്ട്. मैं जबलपुर में सेवकाई किया है. ജബൽപൂരിലൊക്കെ മിനിസ്റ്റർ ചെയ്ത് എൻ്റെ വൈഫ് അന്ന് നാട്ടിലായിരുന്നു. जब मेरे पत्नी गांव में थी, കുഞ്ഞുങ്ങളുണ്ട്. जब बच्चे भी हैं, അപ്പം ഞാൻ ഓർക്കുന്ന ഒരു ദിവസം ജബൽപൂരിൽ കുറേ നാളത്തെ മിനിസ്റ്ററി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരും. जब जबलपुर में कई दिन की सेवकाई के बाद मैं गांव में वापस जा रहा था. കുഞ്ഞുങ്ങൾ തീരെ കുഞ്ഞാണ്. बच्चे छोटे हैं, അവര് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യാം പപ്പ വരും. उन्होंने ऐसा प्रतीक्षा रखते हैं कि पापा जी आने वाला है. പപ്പ വന്നപ്പോഴത്തേക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ. പപ്പ ചോക്ലേറ്റ് पापा आया तो उनका प्रतीक्षा है, पापा जी चॉकलेट कहाँ है. ചോക്ലേറ്റ് പ്രതീക്ഷിക്കുന്ന കുഞ്ഞു. वो चॉकलेट की प्रतीक्षा में रहते हुए बच्चे. എന്നാൽ എൻ്റെ ഭാര്യയുണ്ട്, लेकिन मेरा पत्नी है, അവള് ചോക്ലേറ്റ് അല്ല പ്രതീക്ഷിക്കുന്നത്. उन्होंने चॉकलेट की प्रतीक्षा में नहीं, ഞാൻ തന്നെ വരാനാണ് പ്രതീക്ഷിക്കുന്നത്. मैं आने के लिए. കാരണം അവളുടെ ചിന്ത കുറച്ചുകൂടെ മെച്ചൂർ. उनका जो विचार और परिपक्व है. കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്ന എന്ത് കിട്ടുമെന്നുള്ളത്. बच्चे जो सोचते हैं क्या मिलेगा, അവിടെ നമ്മൾ ബാലിശ്യമാണ്, നമ്മൾ വളരെയധികം പൈതലാണ്. वहां पर बच्चा के विचार है, നമ്മുടെ ബുദ്ധി വളർന്നിട്ടില്ല. हमारी बुद्धि उतना बड़ा नहीं. അതുപോലെ തന്നെയാണ് ആത്മീക ലോകത്തിൽ. वैसा भी आत्मिक दुनिया में होगा. നാം ആത്മീകമായി വളരുമ്പോൾ हम आत्मिक उन्नति पाते हैं, അവനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുള്ളതിനേക്കാൾ उससे क्या मिलेगा उसका अलावा കർത്താവേ അവനെ തന്നെ എനിക്ക് വേണം. प्रभु को चाहिए. ऐसे लगा അവന്റെ സാന്നിധ്യമാണ് എനിക്ക് ആവശ്യം. क्योंकि जो निकट बैठना, എന്റെ കർത്താവുമായിട്ടുള്ള ആ അഭേദ്യമായ intimate relationship that I need. प्रभु के साथ एक करीबी रिश्ता में चाहता हूं, Nothing else will satisfy. Hallelujah. और कुछ नहीं. അവന്റെ ചോക്ലേറ്റുകളോ അവൻ തരുന്ന എന്തെങ്കിലും മിഠായിയോ ഒന്നും അല്ല, അതിനപ്പുറമായി അവനെ തന്നെ അവനുമായി ചേർന്നിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ उनके साथ से कुछ मिलना, उसके अलावा उनके साथ रहने के लिए, प्रभु के साथ रहने के लिए. Praise the Lord. Praise the Lord. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തിക്കോളാം. और एक बात मैं बोलकर खत्म करना चाहता हूं. യേശു തൂങ്ങപ്പെട്ടു, മരിച്ചു, കല്ലറയിലടക്കപ്പെട്ടു. क्रूस पर हमारे लिए मारा गया और कब्र में रखा. അതിരാവിലെ भोर में समय ആര് കടന്നു വരുന്നത്? मरियम മറിയ കടന്നു വരിക. मरियम आ रहा है. എന്റെ കൂടെ ഒന്ന് ചിന്തിക്കുന്നേ. मेरे साथ सोचना, മറിയത്തിൽ അറിയാം वो मरियम जानती है യേശു ക്രിസ്തു അടക്കപ്പെട്ടു. यीशु मसीह को कब्र में रखा हुआ है. യേശു ക്രിസ്തു മരിച്ചിടത്തൊന്നും മറിയത്തരത്തില്ല. मरियम ये नहीं सोचती कि यीशु मसीह जी उठा. മറിയം വരുന്നത് യേശു ക്രിസ്തുവിന്റെ ഡെഡ് ബോഡി എടുത്തു. मरियम ने यीशु मसीह के मृतक शरीर को देखने आया. യേശുവിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് ഓർത്തോണ്ടല്ല അവൾ വരുന്നത്. यीशु मसीह से कुछ पाने के लिए वो नहीं है. കാരണം അവൾക്ക് നന്നായിട്ട് അറിയാതെ യേശു ക്രിസ്തുവിന്റെ ഡെഡ് ബോഡിയാണ്. उनको ये अच्छी तरह से जानती थी यीशु मसीह का मृतक शरीर है. നോക്കണം, അവളുടെ ഉള്ളിലുള്ള സ്നേഹം, लेकिन उसके अंदर जो प्यार मसीह के लिए, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ഡൈമെൻഷനുള്ള സ്നേഹമല്ല, അൺകണ്ടീഷണൽ ലവിലാണ് അവൾ കടന്നു വരുന്നത്. जैसे मैंने कहा कि दुनिया की जो कॉर्पोरेट प्रेम नहीं, जो निस्वार्थ प्रेम के बारे में कहा. അവൾക്ക് ആ സാന്നിധ്യമാണ് ഇമ്പോർട്ടന്റ്. वो प्रभु की उपस्थिति को चाहती है. ആ യേശുവിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് ഓർത്തോണ്ടല്ല അവൾ രാവിലെ വരുന്നത്. यीशु मसीह से क्या मिलेगा वो सोचकर भोर के समय में नहीं आई है. യേശു ക്രിസ്തു എന്നെ സൗഖ്യമാക്കുമെന്നോ യേശു ക്രിസ്തു എന്നെ ബാങ്ക് ബാലൻസ് കൂട്ടുമെന്നുള്ള ചിന്തയിലല്ല അവൾ വരുന്നത്. यीशु मसीह मुझे चंगा करेगा, जब मेरे बैंक में खाते में पैसा जमा होगा, वो बात में नहीं. അവൾ യേശു ക്രിസ്തുവിന് വേണ്ടി എന്ത് കൊടുക്കുമെന്ന് ഓർത്തോണ്ട് അവന്റെ സാമീപ്യത്തിലേക്ക് വരിക. यीशु मसीह के लिए मैं क्या दे सकूं, उनकी उपस्थिति में आ रहे हैं. അവൾ കരയുക. वो रो रही है. അവളെ കാണാഞ്ഞപ്പോൾ അവൾ വേവലാതിയായി. जब मसीह के शरीर को नहीं देखा तो वो रो रही है. എന്റെ നാഥന്റെ ശരീരം നിങ്ങൾ ആരെങ്കിലും തോട്ടക്കാരുടെ നമ്മളെടുത്ത് ചോദിക്കുക, നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു താ. वो इस वाणी की मालिक है करके पूछ रहे हैं कि अगर शरीर आप लिए तो वापस लीजिए. Here is an example of the unconditional pure love. एक निस्वार्थ प्रेम का एक उदाहरण हम यहाँ पर देखते हैं. Here is Mary who loves unconditionally. वहां पर जो मरियम निस्वार्थ प्रेम दिखाती है. എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ അടുത്തേക്ക് ഞാൻ വരുന്നു. चाहे मुझे कुछ नहीं मिला तो भी मैं तेरे करीब आना चाहती है. ആ ഒരു സ്നേഹം
സ്നേഹത്തോടെ അവന്റെ സാമീപ്യം ആഗ്രഹിക്കുന്ന എത്ര പേര്? उसी प्रेम से प्रभु की उपस्थिति को मिलने चाहते हैं। നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ आइए हम सब खड़े हो जाएं। ഹല്ലേലൂയ. മുന്തിരിവള്ളി കൊമ്പുകൾ മുന്തിരിവള്ളിയോട് വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല. जो डालियां दाखलता में रहते बिना फल नहीं ला सकते हैं। അന്നാളിൽ കർത്താവേ കർത്താവേ എന്ന് പലരും പറയും. उस समय है प्रभु प्रभु कुछ लोग कहेंगे എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, मैं आपके नाम में दुष्टात्मा को എന്റെ निकाला, നാമത്തിൽ അത്ഭുതങ്ങളെ ചെയ്തു. आपके नाम में अद्भुत किया। കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. प्रभु ने कहा मैं तुम्हें कभी नहीं जानता। ഇന്ന് രാത്രികാലം എത്ര പേര് പറയും, കർത്താവേ അങ്ങനെ ഒരു അപകടം, അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് എന്റെ ജീവിതത്തിൽ വരല്ലേ. कितने लोग कहे प्रभु इसी प्रकार अवस्था मेरे जीवन में न आने दे। നിനക്ക് വേണ്ടി ഒത്തിരി കാര്യം ചെയ്യുന്നുണ്ട്, എന്നാൽ നിന്നോട് ചേർന്നിരിപ്പാൻ പലപ്പോഴും ഞാൻ മറന്നു പോയിട്ടുണ്ട്. तेरे लिए कई बात हमने किया है, लेकिन तेरे साथ रहने के लिए मैं भूल गया कई बार। Lord, give me that unconditional pure love. जो निस्वार्थ सच्चा प्रेम, ആ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. उस प्रेम से मुझे भरे प्रभु। നിന്നോട് ചേർന്നിരിപ്പാൻ प्रभु के साथ रहने के लिए, നിന്നോട് ചേർന്നിരിക്കുന്നത് പോലെ जैसे डालियां दाखलता के साथ जुड़ते रहते हैं, ഈ ദിവസങ്ങളിൽ നിന്നോട് ചേർന്നിരിപ്പാൻ. इन दिनों में प्रभु के साथ रहने के लिए, ലോകത്തിന്റെ കൾച്ചറല്ല, दुनिया की जो संस्कृति के हिसाब से नहीं, ദൈവരാജ്യത്തിന്റെ കൾച്ചർ, കിങ്ഡം കൾച്ചറാണ്. परमेश्वर के राज्य के स्वभाव के द्वारा, ദൈവരാജ്യത്തിന്റെ കൾച്ചറിലേക്ക് വളരുവാൻ കൃപ തരണമേ. प्रभु की राज्य की जो संस्कृति में बढ़ने के लिए എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. सब लोग अच्छी तरफ से प्रार्थना करें। നമ്മൾ വേറൊരു ബിസിനസ്സിനും അല്ല ഇവിടെ വന്നത്. हम यहाँ पर और कुछ बातें करने के लिए नहीं आए, ദൈവ സാന്നിധ്യം അനുഭവിക്കുക, परमेश्वर की उपस्थिति को अनुभव करने के लिए, ദൈവത്തിൽ നിന്ന് ചിലരെ പ്രാപിച്ച് രൂപാന്തരപ്പെട്ടു പോകാൻ प्रभु से कुछ कार्य को प्राप्त करते हुए रूपांतर की अनुभव में जाने के लिए ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. प्रभु की उपस्थिति में अपने आप को समर्पण करें। കർത്താവേ, प्रभु നീ എനിക്കൊന്നും मदद कर प्रभु, നിന്നോട് പറ്റിയിരിക്കുവാൻ, आपके साथ रहने के लिए, നിന്നോട് ചേർന്നിരിക്കുവാൻ. आपके साथ रहने के लिए, പൗലോസ് പറഞ്ഞത് ഒന്നാമത്തെ जैसे पौलुस ने कहा मैं एक ही बात चाहता हूं, യേശു മർത്തിയോട് പറഞ്ഞതുപോലെ മേരിയോട് പറഞ്ഞത് ഒന്നാമത്തെ വേണ്ടത് एक बात चाहते हैं, ഒന്നാമത്തെ एक ही बात। മറിയും നല്ല നല്ല ഭാഗത്തിലെ थोड़े भी अच्छे बात को चुन लिया है। എത്ര പേര് നല്ല ഭാഗത്തിലെ आज कितने लोग जो अच्छी बात को चुनना चाहते हैं, അതോ ലോകത്തിന്റെ ഡിസീസിലൂടെ നമ്മൾ വരെ ഓടുകയാണോ, കോമ്പറ്റീഷനിലൂടെ നമ്മൾ ഓടുകയോ ഒരു കാര്യത്തിൽ क्या आप दुनिया की किसी शेड्यूल में कंपटीशन की दुनिया में भाग रहे हैं? ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. प्रभु की उपस्थिति में अपने आप को समर्पण करें। കർത്താവേ, प्रभु നിന്നോട് ചേർന്നിരിക്കുക, प्रेज़ द लॉर्ड, നിന്നോട് ചേർന്നിരിക്കുക. आपके साथ रहने के लिए मुझे सहायता करें। हालेलुया। ദൈവം നമ്മോട് സംസാരിക്കട്ടെ. परमेश्वर की आत्मा आपसे बात करे।